ഏകദേശം സ്കിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കിൽസിൽ ഏകദേശം ഞാനൊരു ഒരു 2 കൊല്ലം സ്കിൽസിലും ഏകദേശം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-15 ബാച്ചോളം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച്, പിന്നെ ഏകദേശം ഡിഫൈനോടൊപ്പം തന്നെ ഒരു 3-4 കൊല്ലത്തോളം ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറയല്ല, കുറച്ച് എക്സ്പീരിയൻസിനെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. അത് 20-25 ക്ലയൻസിനെ SEO റെഗുലർലി ഹാൻഡിൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏകദേശം ഒരു 10-15 ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാറുണ്ട് ഡിഫൈനിൽ. അപ്പൊ അതിന് പുറത്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസിന് പുറമെ എക്സ്പീരിയൻസിന് അടുത്ത് കുറച്ച് കാര്യം പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാന്ന് നിലക്കാണ് എന്ത് ചെയ്തത്, ക്ലാസ് എടുക്കുന്നതിൽ ട്രെയിൻ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഞാനൊരു സിലബസ് പഠിച്ചിട്ട് ഇത് നാളെ പഠിക്കുക, ഇതിങ്ങനെ വരും അങ്ങനെ വരും ആ രീതിയിലല്ല. എന്താണോ എനിക്കൊന്ന് ഒരു ലേണിങ്സ് കിട്ടിയത് അത് ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാറില്ല. ഒരിക്കലും ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു ടീച്ചർ സ്റ്റുഡന്റ് ആ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ട് പറയാറില്ല. അങ്ങനെ എനിക്ക് താല്പര്യമില്ല. കാരണം ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് എന്താണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്കും മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഐ മീൻ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഒരു യെസ് ഓർ നോ റെസ്പോൺസ് കിട്ടിയാൽ മതി. നിങ്ങൾ ക്ലാസ്സിൽ ഇവിടെ തന്നെ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു അത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് മൈക്ക് തുറന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ല ഇനി അതും കഴിയാത്തവരാണെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ആ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, യെസ് ഓർ നോ എന്നോ അല്ലെങ്കിൽ ലൈക്ക് ബട്ടണെന്നോ അല്ലെങ്കിൽ ഇമോജി എന്തെങ്കിലുമൊക്കെ ഇമോജി, അതായത് എനിക്കൊന്നുമില്ല നിങ്ങൾ ഇവിടെ ഉണ്ട്, ക്ലാസ്സിൽ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ്. അപ്പൊ ആ ഒരു കാര്യം മാത്രമാണ് ഫസ്റ്റിലെ ക്ലാസ്സിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ആക്റ്റീവ് ആയിരിക്കണം, ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരിക്കണം. അത് ഈ രീതിയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, ഒരു ഓഫ്ലൈൻ എടുക്കുന്ന രീതിയിലല്ല ഓൺലൈനിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷൻസും അതിന്റെ ഒരു ഫീച്ചേഴ്സും അല്ലെങ്കിൽ ബെനിഫിറ്റ്സും നിങ്ങൾക്കും അറിയാം. സോ ഞാൻ പറഞ്ഞു വന്നത് ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരിക്കണം എന്നാണ്. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരിക്കുക, ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ക്യാൻവ എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വേർഡ് പ്രസ് ഡിസൈനിങ്ങിലാണെന്നുണ്ടെങ്കിൽ അമീൻ സർ, സോറി വെബ്സൈറ്റ് ഡിസൈനിങ്ങിലാണെങ്കിൽ അമീൻ സർ വേർഡ് പ്രസ് ഡിസൈനിങ് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ 2 മൊഡ്യൂൾസും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബന്ധപ്പെട്ടതാണോ? ഐ മീൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഫണ്ടമെന്റൽ മൊഡ്യൂൾസിൽ പെട്ടതാണോ? യെസ് ഓർ നോ? അറിഞ്ഞിടത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ച് നോളജ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞ അല്ല അല്ലെ, ഇത് സ്വാഭാവികമായിട്ടും ഒരു ഗ്രാഫിക് ഡിസൈനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈനിങ് ആയിക്കോട്ടെ, ഇത് എൻറ്റയർലി രണ്ടും ഡിഫറെന്റ് ഫീൽഡ് ആണ്. അതിൽ കുറെ എക്സ്പോഷർ നമുക്ക് കിട്ടിപ്പോവാം. പക്ഷെ നിങ്ങളോട് എന്തിനാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ അപ്പോൾ ചോദിക്കും, സാർ പിന്നെ എന്തിനാണ് 4 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സ്, എന്തിനാണ് നമ്മളെ ഈ 10-15 ദിവസം ഗ്രാഫിക് ഡിസൈനിങ്ങും വെബ്സൈറ്റ് ഡിസൈനിങ്ങും പഠിപ്പിച്ചത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ പഠിപ്പിച്ചത് ചോദിച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒരു അവയർനെസ് വേണം. ഇതാണ് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ, ഇങ്ങനെയാണ് ഒരു ഡിസൈൻ വരുന്നത്, ഇങ്ങനെയാണ് ഡിസൈനിന്റെ സ്ട്രക്ചർ വരുന്നത്. കാരണം ഈ ഡിസൈനിങ് വെച്ച് നിങ്ങൾക്ക് ഒരു ഗ്രാഫിക് ഡിസൈനർ തരുന്ന ഒരു ഡിസൈൻ വെച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലായാലും അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സിലായാലും യൂട്യൂബിലായാലും ഒക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ക്രിയേറ്റീവ്സ് വെച്ചിട്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, ഗ്രാഫിക് ഡിസൈനറോട് ഈ പോസ്റ്ററിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും കൂടി ആ ഡിസൈൻ ഉഷാറാവും, അല്ലെങ്കിൽ അതിന്റെ അലൈൻമെന്റ് അല്ലെങ്കിൽ അതിന്റെ ബാലൻസ്, അതിന്റെ കളർ ഗ്രേഡിയൻസ്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രീലാൻസ് ക്ലയന്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്, ഇതിലിപ്പോ കുറച്ച് ബിസിനസ് റിലേറ്റഡ് ആയ ആളുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബിസിനസ്സിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ ഇതിലിപ്പോ കുറച്ച് ആളുകൾ ടീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞു, അപ്പൊ നാളെ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റർ, നാളെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ഒരു പോസ്റ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ക്യാനൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഐഡിയ ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു സ്കിൽ ഉണ്ടായിക്കോട്ടെ നമുക്ക് കരുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു കാലിമന്റെ ഒരു പ്രീമിയം ഡിസൈൻ ക്ലാസ് നമ്മളെ മൊഡ്യൂളിൽ ആഡ് ചെയ്തത്. ഇനി വേറെ കുറച്ച് വെബ്സൈറ്റ് ഡിസൈനിങ്ങിന്റെ ക്ലാസ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ SEO ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ആഡ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗൂഗിൾ ആഡ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വെബ്സൈറ്റ് വേണം. ഒരു വെബ്സൈറ്റിന്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ കഴിയുള്ളൂ. സോ ഞാൻ പറയുന്നത് കുറച്ച് സ്പീഡ് ഉണ്ടോ, എനിക്ക് അങ്ങനെ ഒരു പൊതുവെ അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട് കേട്ടോ. ഓൾറെഡി എനിക്ക് അറിയാൻ, ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാണ്. ഞാൻ പറയുന്ന സാധനങ്ങൾ കുറച്ച് സ്പീഡായി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് മൈക്ക് ഓൺ ആക്കിയിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ കുറച്ചൊന്ന് ഐ മീൻ സ്പീഡ് കുറക്കാൻ പറയണം. ഞാൻ അങ്ങനെ പറഞ്ഞു പോലെ അങ്ങനെ പറഞ്ഞു പോകുന്ന ആളാണ്. അപ്പോ ആ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പറയണം കേട്ടോ. എനിക്ക് വേറെ കാര്യം എന്നോട് നിങ്ങൾ എന്ത് പറയണം, എനിക്കൊരു പ്രശ്നമില്ല. അതായത് നിങ്ങൾക്ക് മനസ്സിലാവാത്തില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് എന്ത് ചെയ്യാം, സാർ അത് മനസ്സിലായില്ല, ഒന്നും കൂടി പറയണം എന്ന് പറയാം. അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തെങ്കിലും സ്പീഡ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ചാറ്റ് ബോക്സിൽ പറയണം. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ആ
ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു എസ്റ്റിഒന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് അറിയണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗൂഗിൾ ആഡ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റിന്റെ റിക്വയർമെന്റ് ഉണ്ട്. സോ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു വേർഡ് പ്രസ്സിൽ ഒരു നോർമൽ വെബ്സൈറ്റ്, അഡ്വാൻസ്ഡ് വെബ്സൈറ്റ് നല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. ഒരു നോർമൽ വെബ്സൈറ്റ് സാർ കുറച്ച് ടീം തന്നു, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്തു, ടെംപ്ലേറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റ് വേണ്ട, അല്ലെങ്കിൽ അവർക്ക് മിനിമം അത്യാവശ്യം അറിയാവുന്ന, അത്യാവശ്യത്തിലേറെ അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേർഡ് പ്രസിന്റെ ക്ലാസ് നിങ്ങൾക്ക് അമീൻ സർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇതുവരെ ഞങ്ങൾ എടുത്തതൊക്കെ എന്ന് പറഞ്ഞത് നമ്മൾ പറയല്ലോ, ഇനിയാണ് എന്ത് ചെയ്യുന്നത്, കളി ആരംഭിക്കുന്നത്, അല്ല ഇനിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ യഥാർത്ഥ റിയൽ വേൾഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കുറച്ചൊരു ബേസിക് ഐഡിയാസ് ഉണ്ട്, കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ക്ലാസ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ നിങ്ങൾക്ക് കുറച്ച് ഏകദേശം ഐഡിയ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് മുതലാണ്, അല്ലെങ്കിൽ എസ്റ്റിഒയുടെ ക്ലാസ് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യഥാർത്ഥ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഫണ്ടമെന്റൽ പില്ലർ എന്നൊക്കെ പറയല്ലോ, ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു തൂൺ എന്നൊക്കെ പറയല്ലോ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജേർണീസിൽ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു എക്സ്ട്രാ ബൂസ്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു സാധനമായിരുന്നു. അതായത് ഡിസൈനിങ്ങും, രണ്ട് ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ് ആയാലും പോസ്റ്റർ ഡിസൈനിങ് ആയാലും വേർഡ് പ്രസ് ഡിസൈനിങ് ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നു, നിങ്ങളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജേർണിയിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ബൂസ്റ്റ് കിട്ടുന്ന സാധനമായിരുന്നു. ഇനി മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ്ഇഒ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ എല്ലാവരും? ക്ലിയർ ആയില്ലേ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും റെസ്പോൺസ് തരണം കേട്ടോ, എന്തെങ്കിലൊക്കെ ആയിട്ട്. ക്ലിയർ ആണ്. ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് എന്താ വെച്ചാല് നിങ്ങൾക്ക് അറിയാലോ, അതായത് നമ്മളൊരാൾ ഇങ്ങനെ പറഞ്ഞു പോവുക, ജസ്റ്റ് ഇങ്ങനെ ഞാൻ അങ്ങനെ പറയാ, നിങ്ങൾ ഇങ്ങനെ കേൾക്കുക, അതിലൊരു രസമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ റെസ്പോൺസ് കിട്ടുമ്പോഴല്ലേ നമുക്കൊരു ക്ലാസ് എടുക്കാൻ ഒരു ഹരമുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൽ 10-15 ആൾക്കാരെ, 12-13 ആൾക്കാരിലുണ്ട്, ആരെങ്കിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, റെസ്പോൺസ് എന്തെങ്കിലുമൊക്കെ തരണം. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എനിവേ, അപ്പോ ഇതാണ് ജസ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോ എന്താണ് എസ്ഇഒ നിങ്ങൾക്ക് ശേഷം നമ്മള് വെബ്സൈറ്റ് ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട്, ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ? എല്ലാവരും ഡിസൈൻ ചെയ്തിട്ടില്ലേ വെബ്സൈറ്റ്? വെബ്സൈറ്റ് ഇനി കിട്ടാത്ത അല്ലെങ്കിൽ ഡൊമൈൻ പർച്ചേസ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാട്ടോ, കുഴപ്പമില്ല. കാരണം നിങ്ങള് അത് പറഞ്ഞാലേ, ഐ മീൻ ഉള്ളത് പറഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ. ഇന്റേത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഓക്കെ. ഇനി വേറെ ആർക്കൊക്കെ കംപ്ലീറ്റ് ആവാൻ പെൻഡിങ് ഉള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ലേ. ഞാൻ ഇവിടെ എന്താണ് കംപ്ലീറ്റ് ആക്കാത്ത, നിങ്ങൾക്ക് ഇത്രയും ടൈം കിട്ടിയില്ല എന്നൊന്നും ഞാൻ ചോദിക്കൂല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് മാത്രമേ ചോദിക്കൂ. എന്റേതും കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, വേറെ? എന്റേതും കംപ്ലീറ്റ് ആയിട്ടില്ല. എന്റെ ലാപ്ടോപ്പ് പണി മുടക്കിയതുകൊണ്ട് ഓക്കെ, സർവീസ് സെന്ററിലാണ്. എത്ര ആളുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്? ഏകദേശം കംപ്ലീറ്റ് ആയ ആരെങ്കിലൊക്കെ പറഞ്ഞുതരോ? അതായത് കംപ്ലീറ്റ് മീൻസ് ഫുള്ളി ഒപ്റ്റിമൈസ്ഡ് അല്ല, ഓക്കെ ആണ്. ഇപ്പൊ എന്റെ ഭാഗത്ത് വർക്ക് ചെയ്യാനുള്ളത് എന്റെ സൈഡിൽ നിന്നാണ് എനിക്ക് വർക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത്. ഓക്കെ, മുഫീദ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും? എനിവൺ എൽസ് പ്ലീസ്? ഇല്ലല്ലോ. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എന്താണ് വെബ്സൈറ്റ് ഡിസൈനിങ്, അത് അമീൻ സർ എന്ത് ചെയ്യാ, കുറച്ച് കഴിഞ്ഞാൽ കയറുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് മാനേജ് ചെയ്യുക. നമുക്ക് എസ്സിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഫസ്റ്റ് നല്ല നാളെ തന്നെ വേണമെന്നൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ അതിൽ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, അറ്റ്ലീസ്റ്റ് ഒരു ചൊവ്വാഴ്ച ആവുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, വെബ്സൈറ്റ് ഓക്കെ ആണ്, വെബ്സൈറ്റ് എസ് ചെയ്യാൻ റെഡി ആണെന്ന നിലക്ക് നിങ്ങൾ എത്തിച്ചേരണം. അതോടെ റിക്വസ്റ്റ് ചെയ്യണം. നമുക്ക് വല്ലാതെ ഡിലേ ആവുമ്പോൾ എന്ത് ചെയ്യും, എസ്സിയുടെ പെർഫോമൻസ് അത് നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചൊവ്വാഴ്ച ഞാൻ നിങ്ങൾക്ക് ശനി, ഞായർ, തിങ്കൾ 3 ദിവസം ഉണ്ട്. ചൊവ്വയും കൂടി ചൊവ്വ രാത്രിയല്ലേ ക്ലാസ്. അപ്പൊ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഓക്കെ, 4 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ടൈം വരുന്നുണ്ട്. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, അത്ര ഓവർ ടൈം ആണെന്ന് നിങ്ങൾക്ക് അറിയാം, എന്നിരുന്നാലും ഫസ്റ്റ് അല്ലേ ഞങ്ങൾ ഫസ്റ്റ് കാര്യം റിക്വസ്റ്റ് ചെയ്യല്ലേ, അപ്പൊ അത്ര നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം തരാം. ഒരു 4 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ആ വെബ്സൈറ്റ് ഒന്ന് സെറ്റപ്പ് ആക്കി തരണം. അമീൻ സാർ കുറച്ച് കഴിഞ്ഞാൽ കയറും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അമീൻ സാറോട് ചോദിച്ചിട്ട് അത് ക്ലാരിറ്റി വരുത്തുക. ഇപ്പൊ 2 ദിവസം നിങ്ങൾക്ക് ബ്രേക്ക് ആണ്. സപ്പോസ് ഇപ്പോൾ ഇതില് കുട്ടികളുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. 2 ദിവസം നിങ്ങൾക്ക് ബ്രേക്ക് ആയിരിക്കും. സോ ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്യാം, ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും നിങ്ങളെ വെബ്സൈറ്റ് ഒന്ന് സെറ്റ് ആക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, എസ്ഇഒ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, എസ്ഇഒന്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ വെബ്സൈറ്റ് സെറ്റപ്പ് ആക്കണം. അപ്പൊ അതിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അമീൻ സാറോട് ഫോളോ അപ്പ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം. ഓക്കെ,
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതുവരെ ഈ ഒരു എസ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഏതായാലും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ വന്നതല്ലേ, അതായത് നിങ്ങൾ എന്താ എസ് ക്ലാസ്സിൽ എന്താ ഫസ്റ്റ് എടുത്ത് ചോദിക്കുമ്പോൾ ഒന്നും എടുത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യണ്ട, അങ്ങനെ ആവണ്ട. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം, എസ് ജസ്റ്റ് നോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് എസ് നിങ്ങൾക്ക് ഏകദേശം അവിടെ ഇവിടെ ഒക്കെ കേട്ടിട്ടുണ്ടാവും. എസ് ഗൂഗിൾ റാങ്ക് ചെയ്യിക്കുക, വെബ്സൈറ്റ് റാങ്ക് ചെയ്യിക്കുക, അവിടെ റാങ്ക് ചെയ്യിക്കുക, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു എന്താ സാമ്പാർ പോലെ ഒരു അവിടെ ഇവിടെ ഒക്കെ ടച്ച് ചെയ്തിട്ടുള്ള അറിവേ ഉണ്ടാവുള്ളൂ. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം, എന്താണ് എസ് ഉള്ളത് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെയൊക്കെയാണല്ലേ എസ് ഇതാണല്ലേ എസ് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു സ്ലൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സാധാരണ കേസിൽ എന്ത് ചെയ്യാം, സ്ലൈഡ് വല്ലാതെ അധികം ഡിപ്പെൻഡ് ചെയ്യാനില്ല. അതില് പിന്നെ അറിയാവുന്ന ആളുകൾക്ക് അറിയാൻ, കുറച്ച് ആളുകൾ ഇതിലുണ്ട്, അപ്പൊ അവർക്ക് അറിയാൻ സാധാരണ ഞാൻ പ്യുർ ബോർഡ്, അതായത് ഒരു +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് സേർമാർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, സാധാരണ ബോർഡാണ് യൂസ് ചെയ്യാറ്. ബോർഡാണ് ഒന്നുകൂടി കംഫർട്ടബിൾ. പക്ഷേ ഈ കേസിൽ നമുക്ക് ബോർഡ് യൂസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, കുറച്ച് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾക്ക് പറയാനുണ്ട്, അത് ഞാൻ സ്ലൈഡ് തുറന്നിട്ട് പറയാം. ഓക്കെ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ, പോയിട്ടില്ലല്ലോ? ഓക്കെ, ഞാന് എന്റെ പ്രസന്റേഷൻ ഒന്ന് ഓൺ ആക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ കറന്റ് എന്റെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഞാനൊരു ക്യാൻവന്റെ സ്ലൈഡാണ് ഓൺ ആക്കിയിട്ടുള്ളത്, അത് കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് റിക്വസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ പഠിച്ചത് ഗ്രാഫിക് ഡിസൈനിങ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേർഡ് പ്രസ് ഡിസൈനിങ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും, വെബ്സൈറ്റ് ഡിസൈനിങ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും. ഞാൻ അതിന്റെ ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ്, അതായത് എന്ത് ചെയ്യണ്ട, ഇതിന്റെ ഇയാൾ ഫസ്റ്റ് ക്ലാസ് വന്നിട്ട് തന്നെ നെഗറ്റീവ് പറയുന്നത്, ഇയാളെന്താ കുറെ കാലം ഫസ്റ്റ് ക്ലാസ് വന്നിട്ട് തന്നെ പേടിപ്പിക്കണമെന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇതുവരെ എടുത്ത ക്ലാസ്സിലൊക്കെ പറഞ്ഞാൽ ഒരു 30% തിയറിയും ഒരു 70% പ്രാക്ടിക്കലും ആയിരുന്നു അല്ലെ, എസ് പറഞ്ഞോ? അതായത് നിങ്ങൾക്ക് ഈ ഗ്രാഫിക് ഡിസൈനിന്റെ ക്ലാസ്സിൽ എന്ത് ചെയ്യും, അമീൻ സാർ ആസിഫ് സാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമീൻ സാർ ആയിക്കോട്ടെ, ഇതാണ് ഇങ്ങനെ ടൂള്, നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കി എന്ന് പറയും, അങ്ങനെയല്ലേ? അതായത് 30% തിയറിയും ഒരു 70% പ്രാക്ടിക്കലും ആയിരുന്നു അല്ലെ? പക്ഷെ എസ് സിയുടെ കേസിൽ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി ഡിഗ്രിമാരിലോട്ട് വന്നതുകൊണ്ട് തന്നെ ഒരു ഒരു 40% എന്തേ ഉണ്ടാവുള്ളൂ, പ്രാക്ടിക്കലേ ഉണ്ടാവുള്ളൂ. ഒരു 60% നമുക്ക് എന്തായിരിക്കും, തിയറി ആയിരിക്കും, അതായത് കൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പൊ ഞാൻ ഇന്ന് എടുക്കുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരു ടേം പറഞ്ഞു, അത് ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ബൈഹാർട്ടായിട്ടുണ്ടാവും. ഓക്കെ, പക്ക പെർഫെക്റ്റ് മനസ്സിലായി, ഈ സെറ്റാണ്, ഇത് എന്ത് ചെയ്യാം, ഞാൻ എവിടെ ചോദിച്ചാലും പറയുന്ന ഒരു കോൺഫിഡൻസ് കിട്ടും. നാളെ കഴിയും, മറ്റന്നാളെ കഴിയും, ഒരു 3 ദിവസം കഴിയുമ്പോൾ ഞാൻ വേറെ ടേം പറയും. അപ്പൊ നിങ്ങൾ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അന്നത്തെ ക്ലാസ് മനസ്സിലാവും. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് എടുക്കുന്ന ടേമും കൺഫ്യൂസ്ഡ് ആവും, സെക്കൻഡ് എടുക്കുന്ന ടേമും കൺഫ്യൂസ്ഡ് ആവും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾക്ക് അന്നാന്ന് എടുക്കുന്നതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അന്നാന്ന് കറക്റ്റ് കൺസെപ്റ്റ് ക്ലിയർ ആവും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഒക്കെ ഒരു എൻഡ് ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ 2 ദിവസം, ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൺഫ്യൂസ്ഡ് ആവും. ഇതെന്താണ്, ഇതല്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്, അതല്ലേ മറ്റത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്, കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ് നിങ്ങൾ ജസ്റ്റ് ഇപ്പോ, ഞാൻ കരുതുന്നത് നിങ്ങൾ എല്ലാവരും ഒരു സ്റ്റഡി ടേബിളിന്റെ അല്ലെങ്കിൽ ഒരു ടാബിളിന്റെ മുന്നിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ, അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും ഒരു ബുക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സൗകര്യത്തിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിൽ ഇരിക്കേണ്ടത്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ എന്താണ് വേണ്ടത്, ഒരു സിസ്റ്റം, ഒരു ലാപ്പ് ഉണ്ടായിരിക്കണം, അതുപോലെ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ഉണ്ടായിരിക്കണം. അതിനൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും ഒരു പേനും എന്ത് ചെയ്യണം വേണം. ഐ മീൻ ഒരു നോട്ട്ബുക്ക് ആൻഡ് പെൻ, ഒരു നോട്ട്ബുക്ക് എന്ത് ചെയ്യണം, ഒരു പെന്നും നിങ്ങളുടെ കയ്യിൽ വേണം. ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതിയെടുക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ്സിലെ നോട്ട് എവിടെ, അതെനിക്ക് ഒപ്പിടണം, അല്ലെങ്കിൽ ഒന്ന് കാണണം, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് ആ മനസ്സിലാവുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. അത് നിങ്ങളല്ലാതെ വേറെ ആരും എന്ത് ചെയ്യുന്നില്ല, അത് വായിക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ മനസ്സിലാവുന്ന ലാംഗ്വേജിൽ, ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിൽ, മലയാളത്തിലാണ് മലയാളത്തിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ ഒരു പിക്ചറാണ് തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റഫായിട്ട് വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സേർമാർ എടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, എക്സാക്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവുന്ന എന്താണോ മനസ്സിലാവുന്നത് ആ മനസ്സിലാവുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടിൽ എഴുതി വെക്കാം.
ഇത് എന്തിനാ വെച്ചാൽ ഒരിക്കലും അങ്ങോട്ട് നോട്ട് നോക്കിയിട്ട് നാളത്തെ വരാനോ ആ രീതിയിൽ ചോദ്യം ചോദിക്കാനൊന്നുമല്ല. അതായത് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ നോട്ട്ബുക്ക് നോക്കി നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ഏകദേശം ഒരു ഓവർവ്യൂ കിട്ടണം. അതായത് ഹിസ്റ്ററിയോട് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇതിന് മനസ്സിലാവുമല്ലോ. അതായത് ഫസ്റ്റിലെ ക്ലാസ്സിൽ എടുത്ത, അതായത് ഇനിയിപ്പോ നമ്മൾ 18 ക്ലാസ് വരെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 18ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് എന്താണെന്ന് എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ നോട്ട്ബുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയണം. ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എഴുതി വെക്കാൻ. അപ്പോൾ ഇതുകൊണ്ട് രണ്ട് ഗുണമുണ്ട്. ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എഴുതി വെക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറിന്റെ സ്ലൈഡ് അല്ലെങ്കിൽ സാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ പോരെ, ഞങ്ങൾ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, ലാപ്ടോപ്പിൽ സ്നിപ്പിംഗ് ടൂൾ വെച്ചാല് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് വെച്ചാല് സാറിന് ഫയൽ അല്ലെങ്കിൽ PDF സിമ്പിളായിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ പോലെ എടുത്താൽ മതി. പക്ഷെ സ്ക്രീൻഷോട്ട് എടുത്താലോ ഇപ്പൊ അല്ലെങ്കിൽ ഡിമോണിറ്റ് വെച്ചാൽ നിങ്ങൾ അപ്പൊ എടുക്കും. പിന്നെ എന്ത് ചെയ്യും, അത് നോക്കൂ, ലാസ്റ്റ് നോക്കുമ്പോൾ നോക്കിയാൽ മതി, പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിക്കണല്ലോ. ആ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. നേരെ പക്ഷേ നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, നിങ്ങളെ ബ്രെയിനിലോട്ടും എന്താണ് കൺസെപ്റ്റ് കറക്റ്റ് ക്ലിയർ ആവും. മാത്രമല്ല നിങ്ങൾക്ക് ഏത് ഫ്യൂച്ചർ റെഫറൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഇത്രയും ടൈം എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയതുകൊണ്ടാണ് എന്തത് ഇത്രയും ഉദാഹരണം അത് ഇതൊക്കെ വലിച്ചു നീട്ടി പറഞ്ഞു പോയത്. ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എല്ലാവരുടെ കയ്യിൽ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കും പെന്നും വേണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിനെ ടൈം എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അതിന് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ വീണ്ടും പറയാണ്, എല്ലാവരുടെ കയ്യിൽ ഇന്ന് വേണമെന്നില്ല, നമ്മൾ ഫസ്റ്റ് ക്ലാസ് അല്ലേ, അപ്പൊ ഇന്ന് വേണമെന്നില്ല. ഇനിയുള്ള ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഞാനായിരിക്കും എടുക്കുക, ചിലപ്പോൾ ഷായി സർ ഉണ്ടാവും, ഷായി സർ ആയിരിക്കും എടുക്കുക, അല്ലെങ്കിൽ റിൻഷാന മാം ആയിരിക്കും ചിലപ്പോൾ എടുക്കുക. എനിവേ ആരെടുത്താലും അതിനിപ്പോ SEO മാത്രം ആക്കണ്ട, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഗൂഗിൾ ആഡ്സ് ആയിക്കോട്ടെ, എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾ റഫായിട്ട് നോട്ടുകൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെന്നും ഒരു നോട്ട്ബുക്കും കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയതിനെക്കാട്ടി ഡബിൾ എഫക്റ്റ് നോക്കുന്നില്ല, ഡബിൾ റിസൾട്ട് നിങ്ങൾക്ക് ചെയ്യും എന്തായാലും കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഗ്യാരണ്ടി ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഒരു നോട്ട്ബുക്കും പെന്നും നാഷണൽ കയ്യിൽ വേണം. പിന്നെ SEO ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളൊരു 17 to 18 ദിവസമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് പിന്നെ എപ്പോഴും ഞാൻ തന്നെ ആവണമെന്നില്ല, ഞാൻ എടുക്കാം. അതുപോലെ തന്നെ ഷാഹിദ് സർ ഉണ്ട്, SEOന്റെ ഡിഫൈനിലെ സ്റ്റാഫാണ്, ഡിഫൈനിലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്. ഷാഹിദ് സർ എന്ത് ചെയ്യും, ക്ലാസ് ചില പോർഷൻസ് ചിലത് ലീഡ് ചെയ്യും. പ്ലസ് നമുക്ക് SEOയില് വെറും SEO മാത്രം ആവില്ല, അല്ലെങ്കിൽ വെറും വെബ്സൈറ്റ് ഡിസൈനിങ് അല്ലെങ്കിൽ വെബ്സൈറ്റ് കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ ഒന്നും ആവില്ല. നിങ്ങൾ നേരത്തെ ആരോ ഒരു കണ്ടന്റ് റൈറ്റിംഗും താല്പര്യമുള്ള ആളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ SEOയിലെ പോർഷനിൽ വരുന്നതാണ്, SEOയിലെ മൊഡ്യൂളിൽ വരുന്നതാണ് കണ്ടന്റ് റൈറ്റിംഗ്. നിങ്ങളുടെ വെബ്സൈറ്റിലോട്ടുള്ള കണ്ടന്റ് റൈറ്റിംഗ് SEOയിലെ മൊഡ്യൂൾസിൽ വരുന്നതാണ്. സോ അത് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് കറക്റ്റ് ഗൈഡൻസ് തരാൻ ഡിഫൈൻ ഡിജിറ്റൽസിലെ കണ്ടന്റ് റൈറ്റർ ആയിട്ടുള്ള സഫ മാമോ അല്ലെങ്കിൽ ഷാല മാമോ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ആദ്യത്തെ നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ക്ലാരിറ്റി തരണം. അതായത് സാറേ എനിക്കത് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഇപ്പോ ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് ചോദിക്കാൻ, അതായത് ചാറ്റ് ബോക്സിൽ പബ്ലിക്കായിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ചോദിച്ച ചോദ്യം മണ്ടത്തരാവോ, ബാക്കിയുള്ളവർക്ക് എന്താ തോന്നുക, അങ്ങനെ ഒരു അപകർഷബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണൽ ക്ലാസ് ഗ്രൂപ്പിൽ നമ്പർ ഉണ്ടാവും, എന്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ വാട്സ്ആപ്പ് നമ്പറിൽ പല ടൈമിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ക്ലാരിറ്റി തരാം, നോ ഇഷ്യൂ. അതായത് മനസ്സിലാവാത്ത എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇവിടുന്ന് പോകരുത്. കാരണം നിങ്ങളിപ്പോ വിലപ്പെട്ട ടൈം ആയിരിക്കും, നിങ്ങളെ ഫാമിലി ഇപ്പോ ജോബൊക്കെ കഴിഞ്ഞ് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റഡി ടൈം ഒക്കെ കഴിഞ്ഞ് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിനോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന നല്ലൊരു ടൈം ആയിരിക്കും അത്. അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നല്ല നിങ്ങളെ ഫീസ് ഒക്കെ എടുത്തിട്ട് അത്രയും ഫീസ് കൊടുത്ത് പഠിക്കല്ലേ, അപ്പോ അതിനൊരു കമ്മിറ്റ്മെന്റ് വേണമെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സെൽഫായിട്ട് എന്ത് ചെയ്യണം, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോർഷൻ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതിപ്പോ ഞാൻ എടുത്തതാവാം, ഞാൻ അടുത്ത ക്ലാസ് മനസ്സിലാക്കി എന്ത് ചോദിക്കാം, അതായത് സാർ ആ എടുത്ത ക്ലാസ്സിൽ ഇന്നലെ സെഷൻ പറഞ്ഞിരുന്നല്ലോ, സാർ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ, അതെന്താ ഉദ്ദേശം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്യണം. അതായത് ക്ലിയർ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളെ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട ടൈം ഇതിനൊന്ന് സ്പെൻഡ് ഫീസ് സ്പെൻഡ്, സോ അത് ക്ലിയർ ചെയ്യല് ഇൻട്രൊഡക്ഷന്റെ ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് പറഞ്ഞിരുന്നത്. നിങ്ങളുടെ ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോലെ ഐ മീൻ ക്ലാസ് എടുത്ത് പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്താണോ പോർഷൻ മനസ്സിലാവാത്തുള്ളത് കറക്റ്റ് ചോദിക്കുക. ഇനി നമ്മളോട് ചെയ്യാൻ പറ്റില്ല, അതായത് ഇയാൾക്ക് മനസ്സിലാവുന്ന ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ഓഫീസർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, സ്കിൽസ് ടീമിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അപ്പൊ മൂപ്പരോട് എന്ത് ചെയ്യാം, പറയാം ഈ പറഞ്ഞ സാർ എടുത്ത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതായത് എന്താണോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്
അത് കറക്റ്റ് ക്ലാരിറ്റി എടുക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ക്ലിയർ ആണല്ലോ. അതായത് നിങ്ങൾ ഇത്രയും ടൈമും എഫേർട്ടും ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് എടുക്കുക നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ എന്ത് ഡൗട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിക്കണം, അത് ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ SEO വളരെ SEO കേട്ടിട്ടുണ്ടാവും, കുറെ ആളുകൾ SEO എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവിടെ എവിടെയും അല്ലെങ്കിൽ അമീൻ സാർ പറയും നിങ്ങൾ SEO പഠിച്ചോളും, അല്ലെങ്കിൽ SEO സാർ പറഞ്ഞോളും. ഈ സാധനം അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ SEO ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഇൻട്രൊഡക്ഷൻ അവിടുന്ന് ഇവിടുന്ന് SEO കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ അപ്പൊ SEO എന്താന്ന് കേൾക്കുന്നില്ല, കറക്റ്റ് ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതെന്താണ് SEO എന്താണെന്ന് കുറിച്ചാണ് നമ്മൾ ഈ 18 ദിവസത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ മുന്നത്തെ ക്ലാസ് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവരും വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? എല്ലാവരും വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഒട്ടുമിക്ക ആളുകൾ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ വെബ്സൈറ്റ് ചെയ്യാന്. എസ് പറഞ്ഞോ? ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് വെബ്സൈറ്റ് എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന പർപ്പസ് എന്തായിരുന്നു? എന്തിനാണ്? ആരെങ്കിലും ഒരാൾ മതി, ഒരാൾ ജസ്റ്റ് മൈക്ക് തുറന്നിട്ടൊന്ന് പറയും, അത് നിങ്ങൾ എന്തിനാണ് വെബ്സൈറ്റ് ഉണ്ടാക്കിയത്? ഒരു വെബ്സൈറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരാൾ എന്തിനാണ് ബിസിനസ്സിൽ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന പർപ്പസ് എന്താ? ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ വെച്ചിട്ട് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരാൾ വർക്ക് ഷോക്കേസ്, ഒരാൾ പറഞ്ഞിട്ടുണ്ട് അയാൾ ഉണ്ടാക്കിയ വർക്ക് ഷോക്കേസ് ചെയ്യാൻ. ഓക്കെ, പിന്നെ വേറെ എന്ത് സജഷൻസ് ഉണ്ടോ? ഇനി സെഷൻസ് ചാറ്റ് ബോക്സിൽ ഒരാൾ ഇട്ടിട്ടുണ്ട്. യെസ്, ഓക്കെ, ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്താലും മതി, നോ ഇഷ്യൂ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മള് മാത്രമല്ലേ ഇടൂ, പുറത്തുനിന്നുള്ള ആരും ഇല്ലല്ലോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തും പറയാലോ. ഒരാൾ ഒരു റെസ്പോൺസ് കൂടി, ഒരു ആൻസർ കൂടി, ഒറ്റൊന്ന്. വേറെ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഒരു ക്ലോത്തിങ് സ്റ്റോർ, ഓക്കെ, ബിസിനസ് പ്രൊഫൈൽ ടു റീച്ച് ഓഡിയൻസ്. ഗുഡ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതായത് നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആരെ അറിയിക്കണം? നിങ്ങളെ കസ്റ്റമേഴ്സിനെ അറിയിക്കണം അല്ലെ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാണ്. സപ്പോസ് നിങ്ങൾ ഗ്രാഫിക് ഡിസൈനർ ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണ്, നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈനർ ആണ്. നിങ്ങൾ എന്ത് ചെയ്യും, കസ്റ്റമർ ചോദിക്കും, നിങ്ങൾ ചെയ്ത വർക്കുകൾ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ വെബ്സൈറ്റ് കാണിച്ചു കൊടുക്കാം. നിങ്ങളൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ വർക്ക് കാണിച്ചു കൊടുക്കുന്ന വെബ്സൈറ്റ് നമ്മൾ എന്ത് പറയുന്നത്, പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വർക്ക് കാണിച്ചു കൊടുക്കുന്ന വെബ്സൈറ്റിനാണ് നമ്മൾ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിന് എന്തെല്ലാം സർവീസ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, ആ ഓൺലൈൻ സ്റ്റോറിൽ നിങ്ങൾ എന്തെല്ലാം പ്രൊഡക്റ്റ് ആണ് സെയിൽ ചെയ്യുന്നത്, ഇത് ആളുകളെ അറിയിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. ആ വെബ്സൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആളുകളെ അറിയിക്കാം അല്ലെ? അതുപോലെ തന്നെ എന്താണ്, നമ്മളൊരു ബിസിനസിന്റെ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് ഒക്കെ കൂട്ടാണ്. സപ്പോസ് ഞാൻ എക്സാമ്പിൾ സാധാരണ പറഞ്ഞത് വെച്ചാൽ ഇപ്പൊ ഇവിടുന്ന് എല്ലാവരും പഠിച്ചിറങ്ങി കഴിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ടാർഗറ്റ് എന്താ, നല്ലൊരു ജോബ് വേണം. അപ്പൊ നിങ്ങൾ ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, അതിനൊക്കെ ഏതെങ്കിലും ഒരു ഫീൽഡിലുള്ള സ്ഥലത്ത് ഇപ്പൊ കൊച്ചിയിൽ നിന്നൊക്കെ ഒരു കമ്പനി നിങ്ങൾ വിളിച്ചു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടി, ഇവിടെ പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ കമ്പനിയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യും, നേരെ ഗൂഗിളിൽ പോകും, ABC കമ്പനി ഇൻ കൊച്ചി, അല്ലെങ്കിൽ ABC കമ്പനി കൊച്ചി, അങ്ങനെ എന്ത് ചെയ്യും, ഗൂഗിളിൽ ABC കമ്പനിയെ കുറിച്ച് അടിക്കും. അപ്പൊ നിങ്ങൾ അവരെന്ത് ചെയ്യും, അവരെ വെബ്സൈറ്റ് കാണും. അപ്പോൾ മനസ്സിലാവും ABC കമ്പനി കുഴപ്പമില്ലാത്ത കമ്പനിയാണ്, ഇവിടെ അങ്ങനെയൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട്, ഇവരെ ഓണേഴ്സ് ഇങ്ങനെയൊക്കെയാണ്, ഇവര് ഈ കൊച്ചിയിൽ ഈ ലൊക്കേഷനിലാണ് വരുന്നത്. ശരിക്കും പറയുന്നത് എന്ത് ചെയ്തിട്ട് ആ ABC കമ്പനിയെ കുറിച്ച് ഒരു ട്രസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ അവരൊരു അവയർനെസ് കിട്ടി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റീച്ച്, അതായത് ഓഡിയൻസിലോട്ട് ഒരു റീച്ച് കിട്ടി അല്ലെ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ രീതിയിൽ നമ്മളെ ബിസിനസിനെ കുറിച്ചുള്ള ട്രസ്റ്റ് കിട്ടാനും നമ്മുടെ ബിസിനസിന്റെ ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരു വെബ്സൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നോട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഞാൻ അങ്ങനെ കഥ പോലെ പറയാം, നിങ്ങൾ കേട്ടുന്നാ മതി. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളോട് തന്നെയാണ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. പിന്നെ സ്വാഭാവികമായിട്ട് അറിയാം 24/7 ആക്സസ്. അതായത് നിങ്ങൾക്കൊരു ഒരു ബിസിനസ് ഉണ്ടെന്ന് കരുതുക, നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് വരും, ഒരു 6 മണിക്ക് പോകും. സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സിന് ബാക്കിയുള്ള ടൈമിൽ അവൈലബിൾ ആണോ? അല്ല. അത് സ്വാഭാവികം നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ലിങ്ക് അവർക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ബിസിനസിനെ കുറിച്ച് ഒരാൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, വെബ്സൈറ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏത് ടൈമും അല്ലെ 24/7 ഏത് ടൈമിൽ എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിലോട്ട് കയറിയാൽ നമ്മുടെ ബിസിനസിനെ കുറിച്ചുള്ള 90% കാര്യങ്ങൾ എവിടെ കിട്ടും. നല്ലൊരു വെബ്സൈറ്റ് ആണ് നമ്മൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ
നമ്മളെ വെബ്സൈറ്റിൽ നോക്കിയാൽ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ടൈമിൽ നമ്മളെ കസ്റ്റമേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റിയ നമ്മളൊരു ബിസിനസിന്റെ ഒരു സെറ്റപ്പ് ആണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആണ് എന്ത് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ സാധാരണ പറഞ്ഞാല് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ അല്ലെ, ലീഡ്സോ അല്ലെങ്കിൽ സെയിൽസോ. ഇത് ഞാൻ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ സാധാരണ SEO പറയുമ്പോൾ ഫുള്ള് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് സാധാരണ ഞാൻ പറയാം. എന്തുകൊണ്ട് വെച്ചാല് SEO നമുക്ക് പറയല്ലോ കുറച്ച് തിയറി ആയതുകൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ ടേം പറഞ്ഞു പോവാ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സെഷൻ പറഞ്ഞു പോവാ, അതിലുപരി അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണില്ല, കറക്റ്റ് ക്യാച്ച് ചെയ്തോളന്നില്ല. അപ്പൊ സാധാരണ ഞാൻ എന്ത് ചെയ്യും, ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് സാധാരണ പറഞ്ഞു കൊടുക്കാറ്. അപ്പോ നിങ്ങള് ചിലപ്പോ ലോജിക്കറ്റ് വെച്ചോ അയച്ചു നോക്കിയത് എന്താ പറ്റിയ എക്സാമ്പിൾ, എന്ത് എക്സാമ്പിൾ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നിങ്ങൾ ആ പോർഷൻ മനസ്സിലാക്കണം അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് മനസ്സിലാക്കണം എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ എക്സാമ്പിൾ. ചിലപ്പോൾ ഒരു എന്താ ചളിയായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോജിക്കില്ലാത്ത കാര്യമായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണമല്ലോ, നമുക്ക് ഈ പോർഷൻ മനസ്സിലാവണമല്ലോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക എടുത്താൽ മതി. അല്ലാതെ ഇയാൾ എന്തെങ്ങനെയൊക്കെ പറയുന്നത് എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. സോ ഞാൻ സാധാരണ എക്സാമ്പിൾ പറഞ്ഞു വെച്ചാല് പല കേസിലും പല എക്സാമ്പിളും പറയും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആവണം. സോ അതിനു വേണ്ടി എന്ത് ചെയ്യും, ഞാൻ പല രീതിയിലുള്ള എക്സാമ്പിൾസ് എന്ത് ചെയ്യും പറയുന്നത് ആ രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് സാധാരണ ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാനൊക്കെ ഇത് സാധാരണ ഒരു ഓഫ്ലൈൻ സ്റ്റോർ ആണ്. ഞാൻ സാധാരണ നിങ്ങളൊരു കോട്ടക്കില് ഒരു ടൗണിൽ നിൽക്കുന്നുണ്ട്, ഒരു ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ട്, നിങ്ങളൊരു ടീഷർട്ടിന്റെ സെയിലാണ് നടത്തുന്നത്. അപ്പൊ സ്വാഭാവികം നിങ്ങൾ എന്ത് ചെയ്തു, ഓഫ്ലൈൻ സ്റ്റോർ ആകുമ്പോൾ സ്വാഭാവികം നമുക്ക് സെയിൽസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ആ കോട്ടക്കൽ ഏരിയയിലുള്ള ഓഡിയൻസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് കിട്ടുള്ളൂ. നേരെ വർഷം നിങ്ങൾ എന്ത് ചെയ്തു, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ഷോപ്പിഫൈ എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുള്ള പ്രൊഡക്റ്റ് ആഡ് ചെയ്തു, നിങ്ങളെ ഷോപ്പിന്റെ കംപ്ലീറ്റ് ടീഷർട്ട് എന്ത് ചെയ്തു ആഡ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് കിട്ടും, ആ വെബ്സൈറ്റ് ത്രൂ എന്ത് കിട്ടും, സെയിൽസ് കിട്ടുമല്ലോ അല്ലെ, സെയിൽസ് കിട്ടും. അതായത് നമ്മുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യും, നമുക്ക് കുറെ പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ ഓഡിയൻസിനെ കിട്ടും അല്ലെ. കോട്ടക്കൽ ഓഡിയൻസ് ഒരു ഓഫ്ലൈൻ സ്റ്റോർ ആണ്, ഒരു ക്ലോത്തിങ് സ്റ്റോർ ആണെങ്കിൽ അല്ലെങ്കിൽ കോട്ടക്കൽ അങ്ങാടിയിൽ ഒരു 2 നിലയുള്ള ഒരു സ്റ്റോർ ആണെങ്കിൽ എവിടെ നിന്നുള്ള ഓഡിയൻസിനെ കിട്ടുക, കോട്ടക്കൽ അങ്ങാടിയിലുള്ള ഒരു 10 കിലോമീറ്റർ റേഡിയസ് അല്ലെങ്കിൽ 5 കിലോമീറ്റർ റേഡിയസിലുള്ള ആളുകളെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഓഡിയൻസ് ആയിട്ട് കിട്ടുള്ളൂ. നേരെ കുറച്ച് നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോറിലോട്ട് മാറ്റിയാലോ, ഐ മീൻ വേൾഡ് വൈഡ് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓഡിയൻസിനെ കിട്ടും. മാത്രമല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം, ബിസിനസ് ഒക്കെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ എന്ത് വെബ്സൈറ്റ് ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ കുറച്ച് സ്പീഡ് ആയോ ഡൗട്ട് ഉണ്ട്, ഓക്കെ അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ എന്ത് ചെയ്യാം, ഈ രീതിയിലാണ് നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞു, നിങ്ങൾക്ക് ഓക്കെയാണ്. വെബ്സൈറ്റ് ഈ പറഞ്ഞ സാർ പറഞ്ഞ പോലെ തന്നെ ഈ വെബ്സൈറ്റ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് സെയിൽസ് കിട്ടും സാർ. അതിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മളെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും, നമ്മളെ ബിസിനസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മളെ കസ്റ്റമേഴ്സിനെ അറിയാൻ പറ്റും. ഒക്കെ പറഞ്ഞത് ശരിയാണ് സാർ, പറഞ്ഞത് ശരിയാണ്, നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കി, ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ക്ലോത്തിങ് സ്റ്റോറിന് വേണ്ടി വെബ്സൈറ്റ് ഉണ്ടാക്കി. അത് നിങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അതായത് നിങ്ങളെ വെബ്സൈറ്റിൽ നിങ്ങളും നിങ്ങളെ ആളുകളും അതായത് നിങ്ങളെ റിലേറ്റീവ്സ് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? യെസ് പറഞ്ഞോ? ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആരറിയണം നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്? ആരറിയണം? ആവശ്യക്കാരറിയണം. ആവശ്യക്കാരറിയണം അല്ലെ? യെസ്, എക്സാക്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വെബ്സൈറ്റിന്റെ പർപ്പസ് എന്താണോ, അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ എന്ത് സൊല്യൂഷൻ ആണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് സർവീസ് ആണോ കൊടുക്കുന്നത്, അതിന്റെ ആവശ്യക്കാർ അല്ലെ, നമ്മുടെ ആവശ്യക്കാർ നിങ്ങൾ മലയാളത്തിൽ പറയും. അത് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടേം നമ്മൾ എന്തിലോട്ട് മാറ്റും, ടാർഗറ്റ് ഓഡിയൻസിലോട്ട് മാറ്റും അല്ലെ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആവശ്യക്കാർ, അതിന് നമ്മൾ എന്ത് പറയും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടേം, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണ്, ഇനി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണ്. നമ്മൾ കുറച്ച് നമ്മളെ ടെർമിനോളജി ഒക്കെ മാറ്റും. നമ്മൾ എന്ത് മാറ്റും, അത് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്ന ടേമിലോട്ട് മാറ്റും. ഓക്കെ അല്ലേ? ടാർഗറ്റ് ഓഡിയൻസ് എന്താന്ന് ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ എന്താണ് ടാർഗറ്റ് ഓഡിയൻസ്? യെസ്, ടാർഗറ്റ് ഓഡിയൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ടാർഗറ്റ് ഓഡിയൻസ് അതായത് നമ്മുടെ വെബ്സൈറ്റ് ആവശ്യക്കാരറിയണം. അങ്ങനെ ആവശ്യക്കാരറിയാൻ നമുക്ക് എന്തെല്ലാം മെത്തേഡ്സ് ഉണ്ട്. അത് നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടാർഗറ്റ് ഓഡിയൻസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം മെത്തേഡ്സ് നമുക്ക് മുന്നിലുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെത്തേഡ്സ് പറഞ്ഞേ. അതായത് നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയത് നിങ്ങൾ ആവശ്യക്കാർ അതായത് നിങ്ങളെ കസ്റ്റമേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം മെത്തേഡ്സ് ഉണ്ട്? നമുക്ക് പരസ്യം കൊടുക്കാം, മെറ്റ ആഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. മെറ്റ ആഡ്സ്, ഐ മീൻ പെർഫോമൻസ് മാർക്കറ്റിംഗ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഓവറോൾ ഒരു കൺസോൾട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാം അല്ല? യെസ് പറഞ്ഞോ? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അതായത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്ത് ചെയ്താ അല്ലെങ്കിൽ ഐ ജസ്റ്റ് ക്രിയേറ്റഡ് അല്ലെങ്കിൽ ഓഫർ സെയിൽ അല്ലെങ്കിൽ മൺസൂൺ ഓഫർ 50% ഫോർ ഓൾ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം
ഒരു ഇൻഫ്ലുവൻസർമാർക്കൊക്കെ കൊടുക്കാണ്ട് മൺസൂൺ ഓഫർ ആണ്, 50% ഓഫർ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കമന്റിൽ പോയിട്ട് ലിങ്ക് ചെയ്യ്, അല്ലെങ്കിൽ ഷോപ്പ് ചെയ്യ്, അല്ലെങ്കിൽ ബയോളിന്റെ വെബ്സൈറ്റിൽ ലിങ്ക് ഉണ്ടാവും, അവിടെ പോയി പർച്ചേസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് ആളെ കൊണ്ടുവരാൻ പറ്റും. വേറെ എന്തെല്ലാം മെത്തേഡ്സ് ഉണ്ട്? നിങ്ങൾ ഇങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കിയത് ആളുകൾ അറിയണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം മെത്തേഡ്സ് ഉണ്ട്? സോഷ്യൽ മീഡിയ ഓൾറെഡി പറഞ്ഞു. Good. ഇനി അടുത്തെന്ത് മെത്തേഡ് ഉണ്ട്? അടുത്തെന്താ മെത്തേഡ് ഉണ്ട്? നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ പോലെ ആവശ്യക്കാരെ അറിയണം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? എനിക്കൊരു ആവശ്യമുണ്ട് അല്ലെ? ഞാൻ ഇപ്പൊ ഒരു ക്ലോത്തിങ് സ്റ്റോർ ആണ്, ഒരു ടീഷർട്ട് സ്റ്റോർ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് എന്ത് ചെയ്യണം? പുതിയൊരു ടീഷർട്ട് വാങ്ങണം. സോ ഞാൻ ആവശ്യക്കാരനാണ്. ഞാൻ എവിടെ പോയാണ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ എവിടെ പോയാണ് അന്വേഷിക്കുക? സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഞാൻ എവിടെ പോയി അന്വേഷിക്കും? ഗൂഗിളിൽ അന്വേഷിക്കും, ഗൂഗിൾ സെർച്ച് ചെയ്യും. അന്വേഷിക്കും. യെസ്, ഗൂഗിളിൽ പോയിട്ട് എന്ത് ചെയ്യും? സെർച്ച് ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ ടീഷർട്ട് ഫോർ മെൻ, അല്ലെങ്കിൽ ടീഷർട്ട് ഫോർ മെൻ ഫോർ 1000 rupees, ആ രീതിയിൽ എന്ത് ചെയ്യാം? ഗൂഗിളിൽ പോയി അന്വേഷിച്ചു, അല്ലെങ്കിൽ സോറി അന്വേഷിക്കും. അപ്പൊ അന്വേഷിക്കുമ്പോൾ നമ്മളെ വെബ്സൈറ്റ് എവിടെ കാണണം? എവിടെ കാണണം നിങ്ങളെ വെബ്സൈറ്റ്? ആളുകൾ സെർച്ച് ചെയ്യുന്ന ഗൂഗിളിൽ കാണണം. കാണണ്ടേ? യെസ് പറഞ്ഞോ? നിങ്ങളെ വെബ്സൈറ്റ് ഗൂഗിളിൽ കണ്ടാൽ, അതായത് ആവശ്യക്കാർ എത്തുന്ന ഗൂഗിളിൽ കണ്ടാലല്ലേ നമ്മളെ വെബ്സൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയോണ്ട് കാര്യമുള്ളൂ. യെസ് 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 യെസ്. നമ്മുടെ വെബ്സൈറ്റിൽ എവിടെയാണോ ആളുകൾ ആവശ്യക്കാരെ പൊട്ടി സെർച്ച് ചെയ്യുന്നത് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ അതുകൊണ്ടുള്ള ഒരു എഫക്റ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ 100% റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗൂഗിളിൽ നമ്മളെ വെബ്സൈറ്റ് കാണിക്കാൻ, ഗൂഗിളിൽ ആവശ്യക്കാരായിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസ് ഗൂഗിൾ വന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ വെബ്സൈറ്റ് അവരെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? SEO ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതായത് അവിടെ കാണിക്കുമ്പോൾ ഓർഗാനിക്കലി ഒരു ആവശ്യക്കാർ വന്ന് വെബ്സൈറ്റ് കാണിക്കുമ്പോൾ അവിടെ വെബ്സൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? SEO ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? യെസ്. അതായത് നിങ്ങളൊരു പർട്ടിക്കുലർ സെർച്ച് അടിച്ചു, അല്ലെങ്കിൽ ടീഷർട്ട് ഫോർ മെൻ എന്നുള്ള ഒരു ആവശ്യക്കാരെ അടിച്ചു, അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ വെബ്സൈറ്റ് കാണണം. നിങ്ങൾ ടീഷർട്ട് സെയിൽ ചെയ്യുന്ന വെബ്സൈറ്റ് കാണണം. അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡന്റ് ആണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ പെരിന്തൽമണ്ണ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ പാലക്കാട്, ഇതിനടിക്കുമ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ നല്ല കോഴ്സസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യണം? റെക്കമെൻഡേഷൻ കിട്ടിയാൽ മാത്രം എന്തേ ഉള്ളൂ ആ കുട്ടികളെ വന്നിട്ട് അവിടെ പോയി ജോയിൻ ചെയ്യുള്ളൂ. സോ ആ രീതിയിൽ നമ്മളെ വെബ്സൈറ്റ് ആവശ്യക്കാർക്ക് കൂടി കാണിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? SEO പറയുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു സാർ നമ്മളെ വെബ്സൈറ്റ് എന്ത് ചെയ്യണം? ഗൂഗിളിൽ റാങ്ക് ചെയ്ത് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒറ്റ മിനിറ്റ്. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടെന്ന് കരുതുകയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗൂഗിളിൽ എന്ത് ചെയ്യണം? നമ്മളെ വെബ്സൈറ്റ് കാണുന്നതിന് നമ്മൾ SEO പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞു. ഞാൻ ഇപ്പൊ സപ്പോസ് നിങ്ങൾ പറഞ്ഞ പ്രകാരം ഒരു കീവേഡ് അടിച്ചു, അല്ലെങ്കിൽ എന്റെ ഒരു ആവശ്യം അടിച്ചു. ഞാൻ എന്താണ് ഒരു ഫ്ലാറ്റ് സെയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫ്ലാറ്റ് മാനുഫാക്ചർ ആണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് മാനുഫാക്ചർ ആണ്. എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബാംഗ്ലൂർ എന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഫ്ലാറ്റ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ വെബ്സൈറ്റ് എവിടെ കാണിക്കണം? ഗൂഗിളിൽ കാണിക്കണം. അതായത് ഗൂഗിളിൽ വന്നിട്ട് ഒരാൾ വന്നിട്ട് ഫ്ലാറ്റ് ഇൻ ബാംഗ്ലൂർ അടിക്കുമ്പോൾ എന്റെ വെബ്സൈറ്റ് കാണിച്ചാൽ എന്ത് കിട്ടും? ഞാൻ എന്റെ വെബ്സൈറ്റിലോട് സെയിൽ കിട്ടും, കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ലോധ ഗ്രൂപ്പ്, ജെൻറോയിസ് നോട്ട് പാർക്ക്, SNN പ്രോപ്പർട്ടീസ്, മഹേന്ദ്ര ആർട്ടോ, ഇവരൊക്കെ എന്ത് ഗൂഗിളിൽ റാങ്ക് അയച്ചിട്ടുണ്ട്. ഇത് SEO ചെയ്തിട്ടുള്ള റിസൾട്ട് ആണോ? ഇവിടെ സ്പോൺസേഡ്, നിങ്ങൾ ചില സമയത്ത് കാണാം സ്പോൺസേഡ് റിസൾട്ട് എന്ന് കണ്ടിട്ടുണ്ടാവും. സ്പോൺസേഡ് റിസൾട്ട് എന്താണ്? ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അത് എവിടെ ചെയ്ത റിസൾട്ട് ആണ്? എവിടെ ചെയ്ത റിസൾട്ട് ആണ്? എവിടെ ചെയ്ത റിസൾട്ടാ? ഓക്കെ ഫൈൻ. ഇത് നിങ്ങൾ ചില സമയത്ത് കീവേഡ്സ് അടിച്ചാൽ കാണാം സ്പോൺസേഡ് റിസൾട്ട് എന്ന് കാണിക്കും. ഈ സ്പോൺസേഡ് റിസൾട്ട് താഴെ എന്തുണ്ടാവും? സാധാരണ റിസൾട്ട് ഉണ്ടാവും. ഇതാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്ന ഗൂഗിൾ ആഡ്സ് എന്ന് പറയും. ഗൂഗിൾ ആഡ്സ്, അതായത് എന്താണ് ആഡ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ മെറ്റാ ആഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? മെറ്റാ ആഡ്സ് ആയിക്കോട്ടെ, മെറ്റാ ആഡ്സ് നിങ്ങൾ പരിചയമുള്ള സാധനം. മെറ്റാ ആഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയുമോ? ഐ മീൻ ആക്ടിവിറ്റി നടത്തില്ല. ആർക്ക് ചാർജ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആർക്ക് ഫീസ് കൊടുക്കേണ്ടി വരും? മെറ്റയ്ക്ക് ഫീസ് കൊടുക്കേണ്ടി വരും. സോ നമുക്ക് മനസ്സിലായി ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല,
ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. മെറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. മെറ്റിനോട് പറയാണ് ഇത്ര നല്ല പൈസ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ആഡ് കാണിക്കണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് ഗൂഗിളിൽ പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ഗൂഗിളിൽ ഒരു പേയ്മെന്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഫസ്റ്റ് റിസൾട്ടിൽ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫസ്റ്റ് 5-6 സെക്ഷനിൽ കാണിക്കാൻ പറ്റും. അത്തരം റിസൾട്ട് നമ്മൾ എന്ത് പറയുന്നത്? പെയ്ഡ് റിസൾട്ട് എന്ന് പറയും. അതായത് ഇപ്പൊ ഈ വന്ന സ്പോൺസേർഡ് റിസൾട്ട് മൊത്തം ഗൂഗിളിൽ ഇപ്പൊ ഈ ലോധ ഗ്രൂപ്പ് സ്ക്രീൻ കാണുന്നില്ല നിങ്ങൾക്ക്? സ്ക്രീൻ കാണുന്നില്ലേ? യെസ്, ഓക്കെ. ഈ പറഞ്ഞ ലോധ ഗ്രൂപ്പ്, ജെൻറൂയിസ്, നോർത്ത് പാർക്ക്, SNN പ്രോപ്പർട്ടീസ്, മഹേന്ദ്ര ആർട്ടോ, ഇതൊക്കെ പറഞ്ഞാല് സ്പോൺസേർഡ് റിസൾട്ട് ആണ്. അതായത് ഗൂഗിളിൽ ഒരു പേയ്മെന്റ് കൊടുത്തിട്ട് ഗൂഗിൾ ഫസ്റ്റ് റാങ്കിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന റിസൾട്ട് ആണ്. ഇത് നമ്മൾ എന്ത് പറയുന്നില്ല? SEO റിസൾട്ട് ആയിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ഓർഗാനിക് റിസൾട്ട് ആയിട്ട് പറയുന്നില്ല. ഇത് പെയ്ഡ് റിസൾട്ട് ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് സ്പോൺസേർഡ് റിസൾട്ട് എപ്പോഴും എന്തായിക്കോളുന്നില്ല? SEO ചെയ്ത റാങ്ക് ആയിക്കോളുന്നില്ല. അത് ഗൂഗിൾ ആഡ്സ് വഴി ചെയ്ത റിസൾട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി സാർ, നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പേയ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ഗൂഗിളിന് കൊടുക്കാൻ പൈസ ഇല്ല, അപ്പൊ നമുക്ക് ഗൂഗിളിൽ ഫസ്റ്റ് റാങ്ക് എത്തിച്ചൂടെ? എത്തിക്കാം. അത്ര റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗൂഗിളില് ഓർഗാനിക്കലി നമ്മളെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കട്ടെ. സാറേ ഞാനൊരു സംശയം ചോദിക്കട്ടെ? അപ്പോ ഇപ്പൊ ഈ നമ്മള് പൈസ കൊടുത്തിട്ടാണ് ഈ ഫസ്റ്റ് റാങ്കിൽ എത്തിക്കുന്ന പറഞ്ഞില്ലേ? അപ്പൊ അതിന് ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിലും പൈസ കൊടുത്താൽ അങ്ങനെ ഫസ്റ്റ് റാങ്കിൽ എത്തിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, അതിൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ പൈസ ഉണ്ടാകുന്നത് മാത്രം എന്ത് ചെയ്യണമെന്നില്ല, റാങ്കിങ് എത്തിക്കണം എന്നില്ല. നിങ്ങളെ പേജ് സ്പീഡ്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് ഒന്നും അത്യാവശ്യം നല്ല രീതിയിൽ വന്നില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പേയ്മെന്റ് എത്ര കൊടുത്താലും ചിലപ്പോൾ മേ ബി അതിലാറെ നല്ല രീതിയിൽ ആരെങ്കിലും കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പേയ്മെന്റ് ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും പ്രയോറിറ്റി ഉണ്ടാവുക. അത് നിങ്ങൾ ഗൂഗിൾ ആഡ്സിന്റെ ക്ലാസ്സിൽ ഡീപ്പായിട്ട് പഠിക്കും. ഓക്കെ, നിങ്ങൾ പറഞ്ഞ അതായത് നിങ്ങളുടെ കയ്യിൽ പേയ്മെന്റ് ഉണ്ട്, ഐ മീൻ പേയ്മെന്റ് കൊടുക്കാൻ റെഡിയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കാൻ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് എന്ന് കരുതിയിട്ട് കൂടുതൽ പേയ്മെന്റ് കൊടുക്കുന്ന. അതല്ല, ഞാൻ സംശയം ചോദിക്കാൻ കാരണം എന്താ അറിയോ? നമ്മള് ഈ റിസോർട്ടൊക്കെ നമ്മള് ഇങ്ങനെ നോക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ഗൂഗിളിൽ കണ്ടിട്ട് റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ചെന്നാല് അതത്ര നമുക്ക് അവര് പറയണ അതൊന്നും അങ്ങനെ കാണലില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ആണോ നോക്കി? ഗൂഗിൾ ആഡ്സ് അതിൽ സാധാരണ 2 കേസ് ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞോടൊക്കെ ആഡ് ചെയ്യാനുള്ള ചില റിസൾട്ട് കാണുമ്പോൾ, ഇപ്പൊ സപ്പോസ് നിങ്ങളെ കയ്യിൽ നല്ല രീതിയിൽ ആഡ് സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ലോക്കൽ ബിസിനസ്സിലും ഫസ്റ്റ് റാങ്കിൽ എത്തിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും സർവീസ് നോക്കുമ്പോൾ അതിന്റെ ടെസ്റ്റിമോണിയൽസ് വായിക്കുക, റിവ്യൂസ് വായിക്കുക. ഓക്കെ, റിവ്യൂസ് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? ചൂസ് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ, നമുക്ക് എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന അതിന്റെ ക്ലാസ് നമ്മൾ എന്തായാലും എടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ റിസോർട്ട് ബുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോട്ടലൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പണി ബെസ്റ്റ് റിസോർട്ടിന് മൂന്നാർ കളിക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന റിസോർട്ട് എങ്ങനെയാണ് അവിടെ ഫസ്റ്റ് കാണിക്കുക, നിങ്ങൾ കാണിക്കുന്ന റിസോർട്ട് എങ്ങനെയാണ് ഫസ്റ്റ് കാണിക്കുക, അവിടെ റാങ്ക് ചെയ്യിക്കാനുള്ള പ്രയോറിറ്റീസ് എന്തൊക്കെയാ, അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാ, നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ക്ലിയർ അല്ല പറഞ്ഞേ? അപ്പൊ ഞാൻ ഇവിടെ അടിച്ചിട്ടുള്ളത്, ഇവിടെ സപ്പോസ് നമ്മുടെ അടിച്ചിട്ടുള്ളത് മൊബൈൽ റിപ്പയർ കോഴ്സ് ആണ്. എനിക്ക് എന്ത് ചെയ്യുന്നില്ല, അതായത് ഞാൻ ഒരു മൊബൈൽ റിപ്പയർ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡന്റ് ആണ്. എനിക്ക് എന്ത് ചെയ്യണം? മൊബൈൽ റിപ്പയറിംഗ് പഠിക്കണം. ദുബായിലാണ് ഞാൻ ഇപ്പൊ ദുബായിലാണ് ഉള്ളത് കരുതുന്നത്. എനിക്ക് മൊബൈൽ റിപ്പയറിംഗ് പഠിക്കണം. സ്വാഭാവികം ഞാൻ ഗൂഗിൾ വന്നടിക്കും മൊബൈൽ റിപ്പയർ കോഴ്സ് ഇൻ ദുബായ് അടിക്കും. അപ്പൊ എനിക്ക് എന്ത് ഫസ്റ്റ് ആര് വെബ്സൈറ്റ് കാണിക്കുന്നുണ്ട്? എടുക്കുവാൻ വെബ്സൈറ്റ് കാണിക്കുന്നുണ്ടല്ലോ. യെസ് പറഞ്ഞോ? കാണുന്നില്ലേ? യെസ്, കാണിക്കുന്നുണ്ട്. ഇവിടെ എന്ത് കാണുന്നുണ്ട്? നിങ്ങൾ സ്പോൺസർ റിസൾട്ട് അങ്ങനത്തെ ടാഗ് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇവിടെ സ്പോൺസർ റിസൾട്ടിന്റെ ടാഗ് കാണുന്നില്ല. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ കീവേഡിൽ എന്ത് ചെയ്യുന്നില്ല, ആരും ഗൂഗിള് പേയ്മെന്റ് കൊടുത്തിട്ട് റാങ്ക് ചെയ്യിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ്ലി എന്താണ്? ഓർഗാനിക് റിസൾട്ട് ആണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ, നമ്മളെ വെബ്സൈറ്റ് എന്ത് ചെയ്യുക? ഗൂഗിളില് ഓർഗാനിക്കലി റാങ്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക? ഒരു പർട്ടിക്കുലർ എൻക്വയറി അടിക്കുമ്പോൾ നമ്മളെ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് കാണിക്കുന്ന, ഓർഗാനിക്കലി റാങ്ക് ചെയ്ത് കാണിക്കുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? SEO എന്ന് പറയുന്നത്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? അതായത് ഒരു കീവേഡ് അടിച്ചു വന്നിട്ട്, ഹലോ, ക്ലിയർ ആണ്.
ക്ലിയർ ആണ്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ കീവേഡിൽ അല്ലെങ്കിൽ ആളുകൾ നമ്മളെ വെബ്സൈറ്റ് ഗൂഗിൾ ഓർഗാനിക്കലി ആ ടേമാണ് എന്ത് ചെയ്ത് നിങ്ങൾ സ്പെസിഫൈ ചെയ്യാണത്, ഓർഗാനിക്കലി റാങ്ക് ചെയ്യുക. അപ്പൊ സാർ എന്താണ് ഈ ഓർഗാനിക്കലി റാങ്കും അല്ലെങ്കിൽ വേറെ എന്താണ് യൂസ് ചെയ്യുന്നത്? അവിടെ വേറെ യൂസ് ചെയ്യുന്ന പെയ്ഡ് റാങ്കിങ് എന്ന് പറയുന്നത്. പെയ്ഡ് റാങ്കിങ് നേരത്തെ നോക്കി എന്താണ് ഗൂഗിളിൽ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, റാങ്ക് ചെയ്യുക. അത് SEO ചെയ്തിട്ടാണോ? അല്ല, അത് ഗൂഗിൾ ആഡ്സ് ചെയ്തിട്ടാണ്. അപ്പൊ എന്താണ് SEO? ഗൂഗിളിൽ യാതൊരു പേയ്മെന്റ് ആക്ടിവിറ്റി നടത്താതെ, ഗൂഗിളിൽ യാതൊരു ചാർജും കൊടുക്കാതെ ഓർഗാനിക്കലി നമ്മളെ വെബ്സൈറ്റ് ഇതേപോലെ നിങ്ങൾ അടിച്ചിട്ടുള്ള, അതായത് ഇപ്പോ മൊബൈൽ റിപ്പയർ കോഴ്സ് ദുബായ് അടിക്കുമ്പോൾ ഓർഗാനിക്കലി ഫസ്റ്റ് വന്നത് ബ്രിഡ്കോ യു വെബ്സൈറ്റ് ആണ്. എത്തിയിട്ടില്ല. ഗൂഗിൾ യാതൊരു വിധ പേയ്മെന്റ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്തു. അവർ കുറച്ച് SEO റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. സോ സ്വാഭാവികമായിട്ടും ഗൂഗിളിന് മനസ്സിലായി ഈ പറഞ്ഞ കീവേഡിൽ മൊബൈൽ റിപ്പയർ കോഴ്സ് നല്ല കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുന്നത് ബ്രിഡ്കോ UAE വെബ്സൈറ്റ് ആണ്. സോ അവര് ഗൂഗിൾ എന്ത് ചെയ്യും, ബ്രിഡ്കോ UAE പ്രയോറിറ്റി കൊടുക്കും. അങ്ങനെയാണ് എന്ത് ചെയ്തത്, ബ്രിഡ്കോ UAE ഓർഗാനിക്കലി റാങ്കിങ്ങിൽ എത്തിയത്. അതായത് ഗൂഗിളിൽ യാതൊരു പേയ്മെന്റ് ആക്ടിവിറ്റി കൊടുക്കാതെ ഓർഗാനിക്കലി നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിൾ റാങ്ക് അയക്കുന്ന, ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ റാങ്ക് അയക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവരും ക്ലിയർ കാണിച്ചിട്ടുണ്ട്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇൻട്രൊഡക്ഷൻ പറയാനൊക്കെ അമീൻ സർ ഒന്ന് വിളിച്ചോട്ടെ. അമീൻ സർ ഒന്ന് വേണമെന്ന് പറഞ്ഞു, ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ക്യാമിൻസർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞൊക്കെ ഏകദേശം ഐഡിയ കിട്ടിയത് കരുതാണ്. അതായത് ഗൂഗിളിൽ എന്ത് ചെയ്യുക, ഓർഗാനിക്കലി റാങ്ക് ചെയ്യുക, യാതൊരു പേയ്മെന്റ് ആക്ടിവിറ്റിയും കൊടുക്കാതെ ഗൂഗിളിൽ റാങ്ക് ചെയ്യുന്ന പ്രോസസ്, നമ്മളെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത് ചെയ്യുന്നത്, SEO എന്ന് പറയുന്നത്. അപ്പോ ഗൂഗിൾ ചോദിക്കും, ഗൂഗിളിൽ എവിടെ? ഗൂഗിളില് വെറും ഗൂഗിൾ മാത്രമല്ല, ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്, അതായത് നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തൊക്കെ ഗൂഗിളാണ്. നിങ്ങൾ പറയുന്നത് ഗൂഗിളാണ്, ഇത് ഗൂഗിളാണ്, ഇതൊക്കെ നിങ്ങൾ ഗൂഗിൾ ആയിട്ട് കാൽക്കുലേറ്റ് ആയി നിങ്ങളെ മനസ്സിലുണ്ടാവുക. പക്ഷെ നമ്മൾ SEO ലാംഗ്വേജിൽ പറയുമ്പോൾ നമ്മൾ വെറും ഗൂഗിൾ എന്ന് പറയില്ല. ഇത് ഗൂഗിളിന്റെ എന്താണ് പറയാ, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്, ഗൂഗിളിന്റെ SERP എന്നാണ് പറയാ. അതായത് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ തരുന്ന റിസൾട്ട് പേജ് ആണ് എന്ത് ഈ ഒരു പേജ് ഒക്കെ പറയല്. അപ്പൊ എവിടെ റാങ്ക് ചെയ്യിക്കുന്നതാണ്, ഗൂഗിളിന്റെ റിസൾട്ട് പേജിൽ, സെർച്ച് എഞ്ചിന്റെ റിസൾട്ട് പേജിൽ റാങ്ക് ചെയ്യിക്കുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സെർച്ച് എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ സെർച്ച് എഞ്ചിൻസ്? നിങ്ങൾ SEO എന്ന് പറയാൻ മനസ്സിലായി, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ്. അപ്പൊ എന്താണ് ഈ സെർച്ച് എഞ്ചിൻസ്? എന്താ SEO സെർച്ച് എഞ്ചിൻസ് എന്താ അറിയോ? ഹലോ, ക്ലിയർ ആണോ? ഞാൻ എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. ഞാൻ പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞു SEO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളെ വെബ്സൈറ്റ് ഗൂഗിളിൽ അല്ലെങ്കിൽ സെർച്ച് റിസൾട്ട് പേജിൽ റാങ്ക് ചെയ്യുന്ന പ്രോസസ്സിംഗ് SEO എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ? എന്താ SEO ഒക്കെ ഓക്കെ, സെർച്ച് ഒപ്റ്റിമൈസേഷൻ ഓക്കെ, നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്താണ് ഈ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ? എന്താ ഇനി ഐഡിയ? ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സാക്ട് ഡെഫിനേഷൻ പറയാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞാലും മതി. ഓക്കെ, ഗൂഗിൾ ക്രോം എന്ന് പറയുന്നുണ്ട് ഒരാള്. ഓക്കെ, വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് ആർക്കെങ്കിലും? എന്തോ ക്ലിയർ ആയില്ല? പറഞ്ഞോളൂ, കുഴപ്പമില്ല. നിങ്ങൾ ഇന്നത്തെ പഠിക്കുന്നത് ഇപ്പൊ ആരും സെർച്ച് ചെയ്യുന്നതാണോ? ഓക്കെ ഫൈൻ. ഇന്നത്തെ പഠിക്കുക, ഇതിലിപ്പോ ആരും എന്ത് ചെയ്യുന്നില്ല, 100% നോളജ് ഉള്ളവരെ കിട്ടാൻ വേണ്ടിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്ത ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിട്ട് ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ, വേറെ എന്താ സജഷൻസ്? സെർച്ച് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗൂഗിൾ, യാഹു. ഓക്കെ ഫൈൻ. ഓക്കെ, ഞാൻ നമുക്ക് ടൈം കളയുന്നില്ല. ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞ അതേ സെയിം സാധനം തന്നെ. നമുക്കൊരു ഇൻഫർമേഷൻ അറിയണം, അല്ലെങ്കിൽ നമുക്കൊരു ഡിമാൻഡ് ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ അറിയണം. അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ, ഒരു പ്ലാറ്റ്ഫോമിനാണ് നമ്മൾ എന്ത് പറയുന്നത്,
സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ഇമേജസ് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീഷർട്ട് വാങ്ങണം. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ വാങ്ങല്? നിങ്ങൾ പോയി സെർച്ച് ചെയ്യും, നിങ്ങൾ പറഞ്ഞ പോലെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ യാഹൂവിൽ പോയി സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ബിങ്ങിൽ പോയി സെർച്ച് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു വിവരങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റിലെ ഒരു പ്ലാറ്റ്ഫോമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെർച്ച് എഞ്ചിൻസ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ശരിയാണ്, ഗൂഗിൾ ഒരു എക്സാമ്പിൾ ആണ്, യാഹൂ ഒരു എക്സാമ്പിൾ ആണ്, എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് സെർച്ച് എഞ്ചിൻസ് ഒക്കെ എന്ത് ചെയ്യാം, ഫേവറേറ്റ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻസ് ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? ഗൂഗിൾ ഒബ്വിയസ്ലി കേട്ടിട്ടുണ്ടാവും. ബിങ് കേട്ടിട്ടുണ്ടോ? ബിങ് കേട്ടിട്ടുണ്ടോ? ബിങ് സ്വർണോ ഉണ്ടെങ്കിൽ ഉണ്ട് പറയുകയും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? വോയിസ് നന്നായിട്ട് ഹലോ ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ, സാറിന്റെ വോയിസ് നന്നായിട്ട് ബ്രേക്ക് ആവുണ്ടായിരുന്നു. ഇല്ല കേട്ടിട്ടില്ല. ഓക്കെ ഓക്കെ, യാഹു വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? യാഹു കേട്ടിട്ടുണ്ട്, ഓക്കെ യാഹു ഓക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അമീസർ ഓൾറെഡി ജോയിൻ. ഇതിന്റെ പേര് നമുക്ക് ഇത് വേണമെന്ന് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഫൈൻ. യാഹു കേട്ടിട്ടുണ്ടാവും, ബ്രേവ് കേട്ടിട്ടുണ്ടാവും, ബെയ്ഡു, യാൻഡെക്സ്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു അമീൻസർ കയറിയിട്ടുണ്ട്. അമീൻസർ വെയിറ്റ് ചെയ്യുന്നു. അപ്പോ സെർച്ച് സെക്ഷൻ എക്സാംസിന്റെ ക്ലാസ് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ അപ്പോഴേക്കും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ നോക്കി വെക്കി, ഗൂഗിൾ എന്താ, പിങ് എന്താ, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, ഈ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ ഹലോ, യെസ് യെസ്, ക്ലിയർ ആണ്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ അമീൻ സാർ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ വെബ്സൈറ്റിന്റെ കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് അമീൻ ജോയിൻ ചെയ്യും. അമീൻ സാർ ഹലോ, യെസ്, കേൾക്കുന്നുണ്ടോ? ഓക്കെയാണ്. ഓക്കെ, Audible അപ്പൊ അല്ലേ? എന്ത് ചെയ്യാം സാർ, Okay, okay. ഹാൻഡ് Thank ഓവർ. you. ജസ്റ്റ് എല്ലാവരോടും ലീവ് ചെയ്യണം. ഇൻഷാ അല്ലാ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഒക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഓക്കെ ഓക്കെ. ഓക്കെ, എല്ലാവർക്കും അപ്പൊ താങ്ക് യു, ഗുഡ് നൈറ്റ്. അപ്പൊ ഞാൻ ലീവ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ്. പിന്നെ മിസ്റ്റർ സാർ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടാവും, SEOക്കുള്ള വെബ്സൈറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാനിന്ന് മിസ്റ്റർ സാറോട് കയറാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് നിൽക്കും. ബിക്കോസ് SEOന്റെ സൈഡത്തെ ക്ലാസ് എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, നമുക്കൊരു പിന്നെ ഇൻട്രസ്റ്റ് വരുള്ളൂ. മീൻസ് വെബ്സൈറ്റിൽ കണ്ടന്റ് എഡിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇത് വരുള്ളൂ. ബിക്കോസ് അവിടെയാണ് നിങ്ങൾക്കൊരു ഒരു ക്ലാരിറ്റി കിട്ടുക, വാട്ട് കണ്ടന്റ് കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് ടൂൾ പഠിക്കുക, അല്ലെങ്കിൽ അതിലൊരു മെത്തേഡുകൾ പഠിക്കുക എന്നുള്ള പ്രാക്ടിക്കൽ ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടുതലും നിങ്ങൾക്ക് കണ്ട് വീഡിയോ കണ്ടിട്ട് ചെയ്തോളൂ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, കണ്ടന്റിന്റെ കേസിൽ നമ്മളിപ്പോ എങ്ങനെ കൊടുത്തിട്ടുള്ളത്, AI കണ്ടന്റ് ആണ് ഉള്ളത്. പിന്നെ അപ്പോൾ എഐന്റെ കണ്ടന്റ് അല്ലാതെ എങ്ങനെ മാനുവലി കൊടുക്കുക, കണ്ടന്റ് റൈറ്റിംഗിന്റെ സെഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡീഷണലി ഉണ്ടാകും. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യും, എങ്ങനെ വെബ്സൈറ്റിൽ കണ്ടന്റുകൾ മാനുവലി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞുതരും. ഓക്കെ, ഇതിൽ എല്ലാവരും വെബ്സൈറ്റിലെ കണ്ടന്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്ഡേറ്റ് ചെയ്യാൻ പെൻഡിങ് ആരെങ്കിലും ഉണ്ടോ? സാർ ഞാൻ എഡിറ്റ് ചെയ്തു, പക്ഷെ അത് പബ്ലിഷ് ആവുന്നില്ലല്ലോ. ആ, എറർ വരുന്ന കേസല്ലേ ആ, അത്? നമ്മൾ രണ്ട് അത് ഓൾറെഡി സാറ് ശരിയാക്കി തന്നതായിരുന്നു, പിന്നെ വീണ്ടും വന്നു. അതില് ഫസ്റ്റ് പേജ് മാത്രമേ അത് കറക്റ്റ് ആയിട്ടുള്ളൂ, പിന്നെയുള്ള പേജൊക്കെ അങ്ങനെ തന്നെ വീണ്ടും വന്നത്. ഓക്കെ ഓക്കെ, എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ. ആ ഓക്കെ. ഇഷ്യൂസ് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് അത്. പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ലോഗൗട്ട് അടിക്കുക. ലോഗൗട്ട് അടിച്ചിട്ട് ഒന്നുകൂടി പുതിയ ബ്രൗസറിൽ ഒന്നുകൂടി എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം, എന്നിട്ട് ട്രൈ ചെയ്താൽ വരുന്നതാണ്. നെറ്റ് ഇല്ല. ലോഗൗട്ട് ചെയ്തു, ഞാൻ അത് 2-3 പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുക, പിന്നെ നമ്മളത് ബാക്കൗട്ട് അടിച്ച് വരും, പിന്നെ നമ്മൾ ഓപ്പൺ ആക്കി വരുമ്പോൾ അത് പിന്നെ കാണുന്നില്ല. ജസ്റ്റ് അഥവാ ആ റൗണ്ട് വരുന്ന കേസാണെങ്കിൽ ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യണം, പെർമാലിങ്ക് ഒന്ന് സേവ് ചെയ്താൽ മതി. ഇപ്പോൾ സെറ്റിങ്സിൽ പെർമാലിങ്ക് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, നമ്മൾ
പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർമാലിങ്ക് എവിടെ ഉണ്ടാവുക സെറ്റിങ്സിന്റെ ഉള്ളില്. അത് ശരിക്കതില്ലേ അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് കറക്റ്റ് അറിയുന്നില്ല. സാർ അതിന്റെ ഒരു ബ്രീഫ് ഒരു വോയിസ് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യോ? കാരണം നമ്മൾ ഓക്കെ ഞാൻ ആ എന്നിട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നോട്ട് വെച്ചാൽ മതി. അഥവാ ഉം, പെർമാലിക് എന്ന് പറഞ്ഞാൽ എപ്പോൾ എറർ വരികയാണെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും പിന്നെ എലമെന്ററി ലോഡ് ആവാത്ത ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് സെറ്റിംഗ്സ് പോവാ, പെർമാലിക് ജസ്റ്റ് സേവ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും അതിലില്ല. അഥവാ ജസ്റ്റ് ഡാഷ്ബോർഡിൽ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്റ്റെപ്പ് ഒന്നുകൂടെ. പിന്നെ ആ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, മെജോറിറ്റി ഓഫ് ഇഷ്യൂസ് അവിടെ സോൾവ് ചെയ്ത് വരേണ്ടതാണ്. ഓക്കെ, അതൊന്നുമില്ല, എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് വരുന്നതാണ്. ബട്ട് ജനറലി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും വീണ്ടും പെർമാലിങ്ക് സേവ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് നമുക്ക് അവിടെ ഉണ്ടാവാറില്ല. ബട്ട് സ്റ്റിൽ പിന്നെ എന്നിട്ടും അങ്ങനെ വരികയാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എന്താ ഇഷ്യൂ എന്നുള്ളത് നോക്കിക്കൊണ്ട്. പിന്നെ അടുത്ത കേസ് എന്നുള്ളത് പിന്നെ മിസ്റ്റർ സാർ ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്ററാക്ഷൻ കുറെയൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റിൽ കണ്ടന്റ്സുകൾ അപ്ഡേറ്റ് ചെയ്യണം. വെറുതെ റാൻഡം ആയിട്ട് കൊടുക്കാന്നല്ലാതെ നമ്മൾ പർപ്പസ്ഫുള്ളി നമുക്കൊരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ഡാറ്റ എന്ത് ചെയ്യണം, അഡീഷണലി ആഡ് ചെയ്യണം. ഏഹ് പിന്നെ അതായത് 2 പേജുകൾ വേണം. അതേപോലെ തന്നെ 2 പേജ് ഉദ്ദേശിക്കുന്നത് 2 സർവീസ് പേജുകൾ വേണം. പിന്നെ അതേപോലെ തന്നെ ഏഹ് പിന്നെ വേണ്ടത് എന്താണ്, 2 ബ്ലോഗ്സുകൾ, അറ്റ്ലീസ്റ്റ് 2-3 ബ്ലോഗ്സുകൾ ആഡ് ചെയ്യണം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഓരോ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രസൻസ്, അതിന് അഥവാ ഒരു പിന്നെ എന്താ പറയാ, ഒരു ക്രെഡിബിലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ ഇന്ന ആൾ കുഴപ്പമില്ലാത്ത ആളാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് കണ്ടന്റുകൾ വരണം. കണ്ടന്റ്സുകൾ ഇടയ്ക്ക് വന്ന് ട്രാഫിക് അതിലോട്ട് വരുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, പിന്നെ അതിനൊരു ഓതന്റിസിറ്റി ഉള്ള വെബ്സൈറ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നമ്മുടെ ബിസിനസ് ഷോക്കേസ് ചെയ്യാനുള്ളത്, നമ്മുടെ പോർട്ട്ഫോളിയോ ഷോക്കേസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് റാങ്കിങ്ങിൽ വേഗം എത്തും വേണം. അതേസമയം ഒരാൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ, ബിക്കോസ് ഈ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങളൊരു കമ്പനിയിലോട്ട് ഒരു എംപ്ലോയി ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സിവിക്ക് പുറമെ നിങ്ങളുടെ വർക്ക് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കാണിക്കാനുണ്ടാവുന്ന കാര്യം പിന്നെ ഈ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആവും. അപ്പൊ അതിൽ ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ കുറെ ഡമ്മി കണ്ടന്റ് ആണ്, ഏതോ ഇമേജുകളാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എന്തോ പിന്നെ അവിടെ ഇട്ടിട്ട് എന്തോ ചെയ്തിട്ടില്ല, ആരോ എന്തോ തന്നിട്ട് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടത്തിലാവും. അപ്പോൾ അവിടെ എന്താണ്, ഒരു എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സുകൾ ഉണ്ടാകുമ്പോൾ റെക്കോർഡ് സെഷൻ നോക്കുക. എന്നിട്ട് മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് മെസ്സേജ് ചോദിക്കുക. അപ്പോൾ എന്താണ് ഇന്ന കാര്യത്തിൽ എനിക്ക് ഇന്നൊരു ഫീച്ചർ വേണം, അല്ലെങ്കിൽ ഇന്നൊരു സാധനം വേണം, അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ ഓപ്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. പിന്നെ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ചെയ്താൽ മതി. ഇപ്പൊ ഏതായാലും പിന്നെ എസ്ഇഒന്റെ സൈഡ് എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഇത്രയും കാര്യങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയിരിക്കണം. രണ്ട് പിന്നെ ബ്ലോഗ്സുകൾ, അതേപോലെ തന്നെ പിന്നെ 2 വ്ലോഗ്സ് പ്ലസ് 2 പേജുകൾ. 2 പേജ് ഉദ്ദേശിക്കുന്നത് സർവീസ് പേജുകളാണ്, ഏതെങ്കിലും ഒരു പിന്നെ ഒരു സർവീസ് പേജ് മതി. പിന്നെ അതേപോലെ തന്നെ ഹോം പേജിൽ കണ്ടന്റുകൾ എഡിറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സർവീസ് പേജ് നിങ്ങൾ എന്ത് ചെയ്യണം, FAQ സെഷന് ആഡ് ചെയ്യണം. അപ്പോൾ FAQ എന്ന് പറയുന്നത് നമ്മളെ ഹോം പേജിലുള്ള കണ്ടന്റ് ഉണ്ടല്ലോ, അതിന് ടെംപ്ലേറ്റ് ആക്കി സേവ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, പിന്നെ ചെയ്താൽ. ഇന്നലെ ഞാൻ അതിന്റെ ഒരു സ്റ്റെപ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ വേണമെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏതായാലും അത് എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ബിക്കോസ് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു പേജിനെ റാങ്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിന് ഇഷ്യൂസ് ചിലപ്പോൾ വരാം. ഓക്കെ, അപ്പോൾ മീൻസ് നമ്മൾ പിന്നെ ഓരോ സർവീസ് പേജ് ഉണ്ടാക്കുന്നത് എന്തിനാണ്, ആൾക്കാർ വന്നിട്ട് ആ ഒരു സർവീസ് പേജിലോട്ട് പോകാനല്ല. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ആ സ്പെസിഫിക് സർവീസിന് ആൾക്കാർ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത്, സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹോം പേജ് അല്ലാതെ ആ ഒരു സ്പെസിഫിക് പേജ് എന്ത് ചെയ്യണം, അവിടെ റാങ്ക് ചെയ്ത് വരണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഓരോ സർവീസ് പേജുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇവിടെ പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സർവീസസിൽ എപ്പിക് മാർക്കറ്റിംഗ്, SEO, SM എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ എപ്പിക് മാർക്കറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു കണ്ടന്റ് ഇതിലുണ്ട് അല്ലെ. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായിട്ട് രീതിയിൽ പിന്നെ ഓരോ സർവീസിനെയും ആഡ് ചെയ്യണം. അതിന്റെ ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യണം, FAQ എന്ന് പറയുന്ന സെഷൻ. ഇപ്പൊ ഇതിലില്ല, അവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എഡിറ്റ് എലമെന്റ് കൊടുത്തിട്ട്
ഇവിടെ ടെംപ്ലേറ്റ് ആയി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതവിടെ അതെടുത്താൽ മതി. FAQ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടത് കണ്ടന്റ്സുകൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ മീൻസ് ഇത് പ്രാക്ടിക്കലാണ് കൂടുതലും ചെയ്യാണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അത് സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് അതൊരു ക്ലാരിറ്റി കുറവ് അല്ലെങ്കിൽ ഇഷ്യൂസ് വരും. അതുകൊണ്ടാണ് നിങ്ങൾ റെക്കോർഡ് സെഷൻ സ്പെസിഫിക് ആയിട്ടുള്ളത്. റെക്കോർഡ് സെഷൻ നോക്കുക, അതിന്റെ പോയിന്റ്സുകൾ നോട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മെസ്സേജ് അയച്ചിട്ട് പറയണം. ഓക്കെ. പെർമാലിങ്കിന്റെ കേസ് ഇവിടെ സെറ്റിംഗ്സ് വന്നു കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ സെറ്റിംഗ്സിൽ എന്ത് കാണാം, പെർമാലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇതിന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ ആ ഒരു ഇഷ്യൂസ് അവിടെ മെജോറിറ്റി ഓഫ് ടൈം സോൾവ് ആവേണ്ടതാണ്. ഓക്കെ. ഇപ്പോൾ പിന്നെ പറയാനുള്ളത്, പിന്നെ ഏകദേശം വെബ്സൈറ്റിന്റെയും കേസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻഡെക്സിങ്ങും അങ്ങനത്തെ കുറച്ച് ടേമുകൾ നമ്മളവിടെ എന്തുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്ന നമ്മൾ ആദ്യത്തെ ദിവസത്തിൽ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പിന്നെ ഓർത്ത് വെക്കണം മനസ്സിൽ. എങ്ങനെ HTML സ്ട്രക്ചർ ഓഫ് HTML എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓർക്കണം. അതേപോലെ തന്നെ പിന്നെ വെബ്സൈറ്റിലെ സോഴ്സ് കോഡ് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കുക. പിന്നെ ഓക്കെ. അപ്പോൾ പിന്നെ ഹെഡർ ഫൂട്ടർ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ കേസൊക്കെ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും വെബ്സൈറ്റിലുള്ള ഓരോന്നും മൊത്തം പിന്നെ പ്രോപ്പറായിട്ട് കൊടുക്കണം. അത് കൂടെ പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ വെബ്സൈറ്റ് എന്ത് ചെയ്യും, ഇൻഡെക്സ് ചെയ്യാൻ കൊടുക്കും. അഥവാ വെബ്സൈറ്റ് റാങ്ക് ഗൂഗിളിൽ എന്ത് ചെയ്യും, കൊടുക്കുന്നതാണ്. മീൻസ് നിങ്ങൾ വെബ്സൈറ്റിൽ ലിങ്ക് ഒക്കെ കൊടുത്തുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വിശബ് സാർ പറഞ്ഞിരുന്നു, എങ്ങനെ SEO ഇൻട്രഡക്ഷൻ എന്നുള്ളത് പറഞ്ഞുതരും. പക്ഷെ ആ ഒരു സമയത്ത് പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് നിങ്ങൾ ഡമ്മി കണ്ടന്റ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് പ്രശ്നമാവും. അഥവാ നിങ്ങളെ വെബ്സൈറ്റിലെ എങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇതുപോലത്തെ സെർച്ച് എഞ്ചിൻസ് എന്ത് ചെയ്യും, നിങ്ങളെ വെബ്സൈറ്റിന്റെ ഉള്ളിൽ വന്നിട്ട് മൊത്തം സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് ആ കണ്ടന്റുകൾ എന്ത് ചെയ്യും, സ്കാൻ ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങളെ വെബ്സൈറ്റിലോട്ട് പിന്നെ ഉദാഹരണം ഗൂഗിളാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത് വെച്ചാൽ, ഗൂഗിളിന്റെ ബോട്ടുകൾ വന്നിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ എന്ത് ചെയ്യും, നിങ്ങളുടെ വെബ്സൈറ്റ് മൊത്തം സ്കാൻ ചെയ്യും. ഈ സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് എന്താണ് കണ്ടന്റ്, ആ കണ്ടന്റിന് അനുസരിച്ചാണ് എന്ത് ചെയ്യാം, നിങ്ങൾ വെബ്സൈറ്റിനെ പിന്നെ ഓർഗനൈസ് ചെയ്ത് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എടുത്തു വെക്കാം. അഥവാ ഓർഗനൈസ് ചെയ്ത് റാങ്ക് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്, ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളെ വെബ്സൈറ്റ് കാണിച്ചു കൊടുക്കണം അല്ലെ. അപ്പോൾ നിങ്ങളെ വെബ്സൈറ്റിൽ ഡമ്മി കണ്ടന്റ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരാൾ വന്നിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ അല്ലെ, ഒരാൾ വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വെബ്സൈറ്റ് എന്ത് ചെയ്യില്ല, കാണിക്കാൻ പറ്റത്തില്ല. കാരണം ബിക്കോസ് നിങ്ങൾ കൊടുത്തിട്ടുള്ള കണ്ടന്റ് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു യൂസർ ചോദിച്ചതിനായിട്ട് മാച്ച് ആവുന്നില്ല. പിന്നെ അഥവാ മാർക്കറ്റിങ്ങിന് രൂപത്തിലുള്ള മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ഏതെങ്കിലും ആൾ വന്നിട്ട് ഗൂഗിൾ ചോദിക്കുമ്പോൾ നിങ്ങളെ വെബ്സൈറ്റ് അവിടെ കാണിക്കുന്നില്ലെങ്കിൽ, അവിടെ ഞാൻ ചോദിക്കാണ് ഗൂഗിളിനോട്, ബെസ്റ്റ് ഇൻ പോർട്ടൽ നോക്കണം. അവിടെ എന്തൊക്കെയുണ്ട്, മാലിക് ഡിജിറ്റൽ, ഫ്രീലാൻസ് ഡിജിറ്റൽ, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർ, വാദ് ഡിജിറ്റൽ, ജിസ്മി ഇസ്മായിൽ, ആദിൽ ഷെറിൻ, റുഷ്ത, ഇങ്ങനെ കുറേ വെബ്സൈറ്റുകൾ കാണും, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യും, വ്യത്യസ്തമായിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാവും. ഇവരൊക്കെ വെബ്സൈറ്റുകൾ വരുന്ന എന്തുകൊണ്ടാണ്, ബിക്കോസ് അവര് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടന്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ നമ്മൾ വെബ്സൈറ്റിലും കണ്ടന്റ്സുകൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മളെ വെബ്സൈറ്റും ഇതുപോലെ എന്ത് ചെയ്യില്ല, വരല് കമ്മിയാവും. മീൻസ് ആദ്യത്തെ ഇപ്പോൾ ഏറ്റവും നല്ല ടോപ്പ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, ഇതുപോലെ ഏറ്റവും നല്ല ടോപ്പിലേക്ക് വരണം. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇതുപോലെ ബിസിനസ് ആയിട്ട് ഇതിന്റെ ഇതിൽ വരണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കറക്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, കുറച്ച് കണ്ടന്റ് എഡിറ്റ് ചെയ്ത് ബാക്കി ഇനി പിന്നെ എന്തെങ്കിലും ആട്ടാം എന്ന രീതിയിൽ വെക്കരുത്. FAQന്റെ ഉള്ളിലൊക്കെ വെറുതെ കുറെ ഡമ്മി ക്വസ്റ്റ്യൻ 3 അങ്ങനൊന്നും ഇടരുത്. പ്രോപ്പർ ആയിട്ട് ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ സെഷൻ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യുക, ഹൈഡ് ആക്കി എന്തെങ്കിലുമൊക്കെ വെക്കണം. പറഞ്ഞ ക്ലിയർ അല്ലേ. അപ്പോൾ കണ്ടന്റ്സുകൾ മാക്സിമം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ബിക്കോസ് പിന്നെ തുടക്കം നിലയ്ക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, GPT-യോട് ചോദിച്ചിട്ട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലാരിറ്റി വരുത്തിയിട്ട് അതിനനുസരിച്ച് കണ്ടന്റുകൾ എന്ത് ചെയ്യുക, ഷോർട്ട് ആക്കിയിട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അതിലുള്ള കേസുകൾ. നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക. ഏത് ഡൊമൈനിന്റെ കേസ്, സെർവറിന്റെ കേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ
പിന്നെ ഒരാൾ എങ്ങനെ ഡൊമെയിന് അല്ലെങ്കിൽ മീൻസ് സബ് ഡൊമെയിന് തുടങ്ങിയിട്ടുള്ള കേസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഉം, അതിലൊക്കെ വല്ല ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ. സബ് ഡൊമെയിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇതിലിപ്പോ റാങ്കിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ സബ് ഡൊമെയിൻ ആണ് ഒരു യൂസർ ഉപയോഗിക്കുന്നെങ്കിൽ ആ സബ് ഡൊമെയിൻ എന്ത് ചെയ്യും, റാങ്കിങ്ങിൽ പിന്നെ ഇപ്പൊ ഇവിടെ സപ്പോസ് ഒരാളെ സബ് ഡൊമെയിൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കാണാം മാർക്കറ്റിംഗ് വിത്ത് നിഹാൽ ഡോട്ട് KESUG.com അഥവാ KESUG.com എന്ന വെബ്സൈറ്റ് ഓൾറെഡി ഉണ്ടാവും. അതിന്റെ സബ് ആയിട്ടാണ് വരുന്നത് മാർക്കറ്റിംഗ് വിത്ത് നിഹാൽ എന്ന് പറയുന്ന ഇത്. ഇവിടെ നമുക്ക് നോക്കാം KESUG. ഏതായാലും പിന്നെ ഇതുപോലത്തെ എന്ത് പറയും, പിന്നെ ഇപ്പൊ ഇതിൽ കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഏതായാലും പിന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ skillsup.org എന്നുള്ളതിന്റെ സബായിട്ട് നിങ്ങൾ ഒരു ഡൊമെയിൻ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ മാർക്കറ്റിംഗ് റാങ്കിങ്ങിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒന്നുകൂടെ മുന്നിലോട്ടെത്തും. ബിക്കോസ് skillsup.org എന്ന വെബ്സൈറ്റ് എന്തുണ്ട്, ഓൾറെഡി പിന്നെ റാങ്കിങ്ങിൽ ഉള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ സബ് ഡൊമെയിൻ്റെ കേസ് അല്ലെങ്കിൽ ഡൊമെയിൻ്റെ കേസുകളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിലെന്ത് ചെയ്യും, ഒന്നുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബിഷപ്പ് സാറിന്റെ ആ ഒരു ഇതിൽ ക്ലാരിറ്റി വരുത്തുന്നതാണ്. അല്ലെങ്കിൽ ഡൗട്ടുകൾ ചോദിക്കുക, സ്വാഭാവികമായിട്ടും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യാം. ഓക്കെ. പിന്നെ കൂട്ടത്തിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കുന്ന സമയത്ത് എന്താണ്, പിന്നെ മിസ്റ്റർ സാർ ഓൾറെഡി അവസാനം നിർത്തിയൊരു കേസ് ഉണ്ടായിരുന്നു, സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ SEO നമ്മൾ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഇതുവരെ നിങ്ങളിപ്പോ പിന്നെ ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, പിന്നെ അതേപോലെ തന്നെ വേർഡ് പ്രസ് ഇതൊക്കെ എന്താണ്, ഒരു പ്രിക്വസൈറ്റ്സ് ആണ്. അഥവാ നിങ്ങൾ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് പഠിക്കുന്നതിന്റെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്ത്, ഈ രണ്ട് പിന്നെ ഡിസൈനിങ്ങും അതേസമയം വേർഡ് പ്രസ്, ഈ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇതിന് ശേഷമാണ് മുതലാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഒരു റിയൽ ആയിട്ടുള്ള മാർക്കറ്റിംഗിന്റെ ക്ലാസ്സിലോട്ട് എത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയാ, ഈ ഒരു മാർക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ SEO എന്നുള്ള ഇതിൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ മിസ്റ്റർ സാർ അവസാനം നിർത്തിയതാണ് എന്ത്, SEO എന്ന് പറയുന്ന, സോറി, സെർച്ച് എഞ്ചിന്റെ കേസിൽ. അവിടെ നമ്മൾ പിന്നെ ഓൾറെഡി നമ്മൾ പിന്നെ മൂന്നാമത്തെ സെഷനിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കേസ് ആയിരുന്നു, രണ്ടാമത്തെ സെഷനാണ് തോന്നുന്നു, നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത്, സെർച്ച് എഞ്ചിന്റെ പരിപാടിയാണ് ജനറലി നമ്മൾ മാർക്കറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പിന്നെ SEO എന്ന് പറയുമ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന്റെ ഉദ്ദേശം എന്താണ്, ആളുകൾ പിന്നെ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനെ ഒപ്റ്റിമൈസ് ചെയ്യാം. അഥവാ സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്, ഗൂഗിൾ ആണ്. വേറെ ഏതെങ്കിലും സെർച്ച് എഞ്ചിന് നമുക്ക് വലിയ പരിചയം ഉണ്ടായിക്കൂടായില്ല അല്ലെ. ബിക്കോസ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് സെർച്ച് എഞ്ചിൻ എന്ന ടേമേ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എന്ത് മാത്രമേ അറിയുള്ളൂ, ഗൂഗിൾ ചെയ്യുക എന്ന് പറയുന്ന ഐഡിയ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡൊമൈനിന്റെ കേസ് പറഞ്ഞത്. അഥവാ പിന്നെ ഒരു വെബ്സൈറ്റിലോട്ട് ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു വെബ്സൈറ്റിലോട്ട് എത്തുക രണ്ട് രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഒന്നെന്താണ്, അയാൾക്ക് ആ വെബ്സൈറ്റിന്റെ അഡ്രസ് അറിയും അല്ലെ, Instagram.com എന്ന അഡ്രസ് അറിയും. അപ്പൊ അയാൾ എന്താ അടിക്കുക, Instagram.com എന്ന അഡ്രസ് ബാറിൽ കറക്റ്റ് ഡൊമെയിൻ അടിച്ചു കൊടുത്താൽ ഇൻസ്റ്റഗ്രാമിലെത്തും അല്ലെ. എന്നാൽ എന്ത് ചെയ്യണം, ജസ്റ്റ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ അടിക്കുമ്പോൾ ആര് വരും, സോഷ്യൽ മീഡിയ വെബ്സൈറ്റിന്റെ ഒരു പിന്നെ അതിന് പറ്റിയിട്ടുള്ള വെബ്സൈറ്റിന്റെ കണ്ടന്റ് ആണ് വരിക. അപ്പോൾ പിന്നെ നമ്മള് പിന്നെ എന്താ പറയാ, അഡ്രസ്സ് കറക്റ്റ് അടിച്ചു കൊടുത്താൽ എവിടേക്കെത്തും, ഒരു സ്പെസിഫിക് വെബ്സൈറ്റിലോട്ട് എത്തും. അതേസമയം നമുക്ക് നമ്മളെ സമയത്തോളം അഡ്രസ്സ് അറിയില്ല. അഡ്രസ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ആ ഒരു അതിന്റെ പേരോ കീവേഡോ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പിന്നെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് നമുക്ക് അവിടെ റിസൾട്ട് കാണിച്ചു തരും. അഥവാ പിന്നെ ഇന്റർനെറ്റിൽ നമ്മൾ കണ്ടന്റുകൾ തിരയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നാമത്തെ പറഞ്ഞാൽ ആ സ്പെസിഫിക് സാധനത്തെ നമ്മൾ എന്ത് ചെയ്യും, അഡ്രസ്സ് വെച്ചിട്ട് അടിക്കും. രണ്ടാമത്തതോ, നമുക്കൊരു സ്പെസിഫിക് സാധനമാണ് അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് സാധനം വേണം, പക്ഷെ നമുക്ക് എന്ത് ചെയ്യില്ല, അഡ്രസ്സ് അറിയില്ല. ആ അഡ്രസ്സിന്റെ സൂചനകൾ കൊടുക്കും അല്ലെ. ഇൻസ്റ്റാഗ്രാം ആണെന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തുമ്പോൾ .com എന്ന് കൊടുത്തിട്ടില്ല, എന്ത് ചെയ്തിട്ടുള്ളൂ, ഇൻസ്റ്റാഗ്രാം ഒന്ന് മാത്രമേ അടിച്ചുള്ളൂ. അപ്പോ ഈ സെർച്ച് എഞ്ചിന്റെ പരിപാടികളാണ് എന്ത്,
നിങ്ങൾ കൊടുത്ത സൂചനകൾ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള കണ്ടന്റ് ഏറ്റവും നിങ്ങൾ കൊടുത്തിട്ടുള്ള കീവേഡുകൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാന്നുള്ളത്. അപ്പോൾ എന്താ പറയാ, ആ ഒരു പരിപാടി ചെയ്യുന്ന ആളാണ് ഒരു സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും നമ്മൾ ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. അതല്ലാത്ത വേറെ ഏതൊക്കെ സെർച്ച് എഞ്ചിനുകളാണ് നമുക്ക് പരിചയം വേറെ നിലവിലുള്ളത്? യാഹു. ആ, ഇവിടെ കാണാം അല്ലെ. ഇവിടെ എന്താ പറയാ, ഗൂഗിള്, ബിങ്, യാഹു, ബൈഡു, യാൻഡെക്സ്. ഇവിടെ നമ്മൾ ഇതിങ്ങനെ സെപ്പറേറ്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയാൽ കാണാം ഒരു ലിസ്റ്റ് ഓഫ് സെർച്ച് എഞ്ചിൻസുകൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള കുറെ സെർച്ച് എഞ്ചിൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയുള്ളത്? ഗൂഗിൾ ഏറ്റവും പേഴ്സണലൈസ്ഡ് AI ഡ്രിവൺ ആയിട്ടുള്ളതാണ്. ബിങ് ഉണ്ട്, പിന്നെ യാഹു ഉണ്ട്, പിന്നെ യൂട്യൂബിന്റെ ഒരു ഇതുണ്ട്, ഉള്ളിൽ വരുന്ന സെർച്ച് എഞ്ചിൻ ഉണ്ട്, ഡക് ഡക് ഉണ്ട്, AOL ഉണ്ട്, എക്കോസ്റ്റിയ, ക്വാണ്ട്, ആസ്ക്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുക എവിടെയാണ്? ഗൂഗിളാണ്. ഇപ്പോൾ SEO എന്ന് പറയുന്ന ഒരു സാധനം ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു ഗൂഗിൾ. പക്ഷേ നമ്മൾ ചെയ്യുക എവിടെയാണ്? ഗൂഗിളിനെ വെച്ചിട്ടാണ് SEO ചെയ്ത് പഠിക്കാം. ഓക്കെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയം നിങ്ങൾ ചൈനയിലാണ് SEO ചെയ്യുന്നുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുക? ഏത് സെർച്ച് എഞ്ചിൻ ആയിരിക്കും? അവിടെ ഗൂഗിളിൽ SEO ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ ഏതാ ഉപയോഗിക്കാൻ പറ്റുക? ബൈഡു ആണ്. ദ ഡോമിനന്റ് മാർക്കറ്റ് ലീഡർ ഫോർ വെബ് ആൻഡ് മൊബൈൽ സെർച്ച് ഇൻ ചൈന. ഏതാണ്? ബൈഡു. അപ്പൊ നിങ്ങൾ SEO ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ബൈഡു SEO ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങൾ റഷ്യക്കാണെങ്കിലോ? യാൻഡെക്സ് ആണ്. അപ്പോൾ ബാക്കി ബൈഡു, യാൻഡെക്സ് കഴിഞ്ഞാൽ പിന്നെ അഥവാ റഷ്യയും ചൈനയും കഴിഞ്ഞാൽ പിന്നെ ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണ്? ഗൂഗിളാണ്. സോ GCC കൺട്രീസ് ആയിക്കോട്ടെ, അതല്ല GCC കൺട്രീസ് ഓർ പിന്നെ ഇന്ത്യൻ ആയിക്കോട്ടെ, അമേരിക്കൻ കൺട്രീസ് ആയിക്കോട്ടെ, ഇതൊക്കെ യൂസ് ചെയ്യുക എന്താണ്? ഗൂഗിൾ തന്നെയാണ്. സോ ഗൂഗിൾ എന്നുള്ള ബിസിനസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? SEO ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങൾ അവിടെ കണ്ടീഷൻസ് ഉണ്ട്, സെർട്ടൻ കാര്യങ്ങൾ SEO ചെയ്യണമെങ്കിലൊക്കെ ഉണ്ട്. അതിൽ പെട്ടതാണ് പ്രോപ്പർ ആയിട്ട് കണ്ടന്റ്സുകൾ കൊടുക്കുക. ദെൻ ഇമേജിന്റെ കേസുകൾ, നിങ്ങൾ വെബ്സൈറ്റിലോട്ട് ഇമേജ് ഇടുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഇമേജ് ഇടുക? വെബ് എന്ന് പറയുന്ന ഫോർമാറ്റ്. സാധാരണ നമുക്ക് PNG-കളൊക്കെ ഉണ്ടാവും അല്ലെ, ഇമേജുകൾ PNG എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, PNG അല്ലെങ്കിൽ JPEG. അതിനൊക്കെ എന്ത് ചെയ്യണം? WebP എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ കൺവേർട്ട് ചെയ്യുക? PNG to WebP എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു വെബ്സൈറ്റ് കിട്ടും, PNG to WebP കൺവേർട്ടർ, ക്ലൗഡ് കൺവേർട്ടർ എന്ന് പറയുന്ന വെബ്സൈറ്റ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നിങ്ങളെ ഇമേജിനെ സെലക്ട് ചെയ്യുക, കൺവേർട്ട് ചെയ്യുന്ന ഏത് ഫോർമാറ്റിലോട്ടാണ് സെലക്ട് ചെയ്താൽ എന്ത് ചെയ്യും? വെബിലോട്ട് കിട്ടും. ബിക്കോസ് പിന്നെ SEO ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വെബ്സൈറ്റിനെ റാങ്കിലോട്ട് എത്തിക്കാനുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് വെബ്സൈറ്റിന്റെ ലോഡിംഗ് സ്പീഡ്. ലോഡിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് കിട്ടിയ എത്ര സമയം കൊണ്ട് അത് ലോഡ് ചെയ്ത് വരുന്നു എന്നുള്ളത്. അപ്പൊ ആ ലോഡിംഗ് സ്പീഡിനെ ബാധിക്കുന്ന സാധനം എന്താണ്? മറ്റേതൊക്കെ ടെക്സ്റ്റുകളാണ്. ടെക്സ്റ്റ് ലോഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് കിട്ടും. പിന്നെ എന്തിനാണ് ലോഡ് ചെയ്യുക? ഇമേജുകൾക്ക് ലോഡ് ചെയ്യാനാണ് സമയം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വെബ്സൈറ്റിലെ ഇമേജുകൾ ഭയങ്കര 1, 2, 3 MB ഒക്കെ ഉള്ള ഇമേജാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഭയങ്കര സൈസ് എടുക്കും. അപ്പൊ WebP എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ ഈ 2, 3 MB ഉള്ള ഇമേജുകളെ എന്ത് ചെയ്യും? അത് ഒരു 100 KB അല്ലെങ്കിൽ 200, 300 KB ആക്കി കുറച്ച് തരും. ഓക്കെ. അപ്പോ ഇമേജുകൾ എന്ത് ചെയ്യണം? WebP എന്ന ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു കേസാണ് ഇമേജുകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് ഇടാൻ എന്ത് ചെയ്യണം? ഇമേജുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഗൂഗിൾ ചെയ്യരുത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ SEO എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യും? ഇമേജസ് എടുത്തിട്ട് എടുക്കരുത്, ഇങ്ങനെ എടുക്കരുത്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ChatGPT-യോട് ചോദിച്ചിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറയാം, അതിനെ പറ്റിയിട്ടുള്ള. അതല്ല നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് ഇമേജുകൾ എടുക്കണം. ഈ സ്റ്റോക്ക് ഇമേജ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പെക്സൽസ്, അൺസ്പ്ലാഷ്, പിക്സാബേ, അതേപോലെ തന്നെ അതേപോലെ മാഗ്നിഫിക് തുടങ്ങിയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി? ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അഥവാ ഇതിലൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഫ്രീ ആയിട്ട് ഇമേജുകൾ കിട്ടും. എന്തുകൊണ്ടാണ് ഇതിപ്പോ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ബ്ലോഗും മറ്റൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ChatGPT വെച്ചിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അല്ലാത്ത ഇമേജുകൾ ഇപ്പോൾ എടുക്കേണ്ടി വരും. അവിടെ തന്നെ
സ്റ്റോക്ക് ഇമേജുകൾ എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് അഥവാ ഇന്റർനെറ്റിലും ഫോട്ടോഷോപ്പിലും പിന്നെ ബിൽ ബോർഡുകളിലും പരസ്യത്തിനും വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഫ്രീ ടു യൂസ് ആയിട്ടുള്ള ഇമേജുകളാണ്. ഫ്രീ ടു യൂസ് ഓർ അങ്ങനെ യൂസ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇഷ്ടാനുസരണം യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് തന്നെ ആ ഇമേജുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് ആയിട്ടുള്ള ഇമേജുകളുണ്ട്, ഫ്രീ ആയിട്ടുള്ള ഇമേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം, നമ്മളെ സമയത്തോളം ഗൂഗിൾ ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, റാൻഡം SEO എന്നുള്ള ഇമേജ് കിട്ടി, ഈ ഇമേജിന് എനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ബിക്കോസ് ഈ ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഗൂഗിളൊക്കെ പിന്നെ ഇൻഡെക്സ് ചെയ്ത് നമ്മളെ ബ്ലോഗും ഇതുപോലെ എന്ത് ചെയ്യും. അപ്പോൾ ഈ ഇമേജ് എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഗൂഗിൾ ചെയ്തപ്പോൾ വന്നത്, ഈ വെബ്സൈറ്റിൽ സെർച്ച് എഞ്ചിൻ ജേണൽ എന്ന വെബ്സൈറ്റിൽ അവർ എന്തോ ഒരു കണ്ടന്റ് ആഡ് ചെയ്തപ്പോൾ ഈ ഇമേജ് ഇട്ട് കൊടുത്തതാണ്. അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇമേജ് വന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഇതേ പരിപാടി ചെയ്യുകയാണെങ്കിൽ അഥവാ നമ്മളൊരു ബ്ലോഗ് ഉണ്ടാക്കുന്നുണ്ട്, ആ ബ്ലോഗിൽ പിന്നെ നമ്മൾ ഇതുപോലത്തെ ഈ ഇമേജിനെ ഡൗൺലോഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് SEO സെർച്ച് ചെയ്യുമ്പോൾ ഈ നമ്മളെ ഇമേജ് ഇതുപോലെ വരും. അപ്പോൾ പ്ലേഗറിസം വരും, അഥവാ മറ്റുള്ളവരുടെ കണ്ടന്റ് നമ്മൾ കോപ്പി ചെയ്യാണ് അല്ലെങ്കിൽ അത് മോഷ്ടിക്കണ പോലെ വരും. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നെങ്കിൽ ChatGPT വെച്ചിട്ട് ഇമേജുകൾ ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ ഫ്രീ ഇമേജുകൾ കിട്ടുന്ന വെബ്സൈറ്റുകൾ ഉണ്ടാവും. എന്താണ് അതിന് പറയാ, സ്റ്റോക്ക് ഇമേജ് ഫ്രീ വെബ്സൈറ്റിൽ നിന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റുകൾ കിട്ടും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യണം, പെക്സൽ, സൺസ്പ്ലാഷ്, പിക്സാബെ തുടങ്ങിയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് പോയിട്ട് ഫ്രീ ആയിട്ടുള്ള ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് എന്ത് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പിന്നെ അഡീഷണൽ പറയാനുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയാ, നിങ്ങൾ കണ്ടന്റ്സുകൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ നോക്കും. ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ വെബ്സൈറ്റിലെ കണ്ടന്റ്സുകൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് എല്ലാവരുടെയും നോക്കും. ഓക്കെ, അത് നോക്കിയിട്ട് പിന്നെ ആയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ എന്തുകൊണ്ടാന്നുള്ളത് പിന്നെ അറിയിക്കണം. ചെയ്യണ സമയത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുക. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഡിസൈനിങ്ങിലോ കണ്ടന്റ് ആഡ് ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, എന്നോട് അല്ലെങ്കിൽ മിസ്റ്റർ സാറിനോട് ചോദിച്ചാലും മതി. ഡിസൈനിന്റെ കേസാണെങ്കിൽ എന്നോട് ചോദിക്കുക, കണ്ടന്റ്സിന്റെ കാര്യമാണെങ്കിൽ മിസ്റ്റർ സാറിനോടും ചോദിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു ഓൾ. പിന്നെ ഗുഡ് നൈറ്റ്. എന്ത് ചെയ്യാം, പിന്നെ നാളെ അടുത്ത സെഷൻ നമുക്ക് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സാറ്റർഡേ ആൻഡ് പിന്നെ സൺഡേ എന്താണ് വീക്കെൻഡ് ആണ്, ടൈമിൽ എന്ത് ചെയ്യണം, ഒന്ന് ടൈം എഫേർട്ട് എടുത്തിട്ട് ഇതിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാജുവലി SEOന്റെ സൈഡൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, കണ്ടന്റ്സുകൾ കുറേയൊക്കെ ആഡ് ചെയ്യുന്ന പ്ലഗിൻസുകളൊക്കെ ആഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മളെ വെബ്സൈറ്റിലുള്ള ബേസിക് കണ്ടന്റ്സുകളൊക്കെ റെഡി ആയിരിക്കണം. ഓക്കെ, പിന്നെ ഓക്കെ, താങ്ക് യു. പിന്നെ എല്ലാം ലീവ് ചെയ്തോളൂ. ഓക്കെ, ഡൗട്ട്സുകൾ ഉള്ളവർക്ക് ചോദിക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം.